എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് NK ശശിധരൻ എഴുതിയ ഞാൻ സൂര്യപുത്രൻ. കേട്ടില്ലേ, ശ്രീധരൻ ജയിലിൽ നിന്ന് വരണൂത്രേ. സൈക്കിളിൽ ഇരുന്ന് നാടുനായരുടെ ചായക്കടയിലേക്ക് പത്രം വീശിയെറിഞ്ഞുകൊണ്ട് വറീത് പറഞ്ഞു. അതും ഒറ്റ ശ്വാസത്തിൽ. നാടുനായരുടെ കയ്യിലിരുന്ന ചായക്കോപ്പ് വിറച്ചു. കാലൊടിഞ്ഞ ബെഞ്ചിലിരുന്ന് ചൂട് ചായ ഊതിക്കുടിച്ചുകൊണ്ടിരുന്ന മീൻകാരൻ വാസു ഞെട്ടി എഴുന്നേറ്റു. മനക്കിലെ കാര്യസ്ഥൻ രാമനായർ പേടിയോടെ നെഞ്ചത്ത് കൈവച്ചു. എന്റെ ഈശ്വരാ! പെരിയാർ അരഞ്ഞാണം പോലെ ചുറ്റിക്കിടക്കുന്ന ഒരു ഗ്രാമം ഉളിയന്നൂർ. അടുത്തുള്ള ടൗൺ ആലുവയാണ്. ഉളിയന്നൂരിലേക്ക് ജലസേചനത്തിനുള്ള അക്വഡേറ്റിന് മുകളിലൂടെയുള്ള വീതി കുറഞ്ഞ ഒരു റോഡേ ഉള്ളൂ. ആ ഗ്രാമത്തിലെ ബാക്കിയുള്ള വഴികളെല്ലാം പുഴയുടെ തീരത്ത് അവസാനിക്കുന്നു. മഹാദേവ ക്ഷേത്രത്തിനും കടത്തുകടവിനും ഇടയിലായി അല്പം ഉള്ളിലേക്ക് മാറി ഫലവൃക്ഷങ്ങളുള്ള വിശാലമായ തോട്ടം. അവിടെ രാജകൊട്ടാരം പോലെയുള്ള ഒരു രമ്യഹർമ്മ്യം. പുൽത്തകിടിയിൽ ഒരു ഊഞ്ഞാൽ. കാർ ഷെഡിനോട് ചേർന്ന കൂട്ടിൽ 4 ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ. ആ ബംഗ്ലാവിലാണ് നാടുവിറപ്പിക്കുന്ന ഒരു അസുരൻ താമസിക്കുന്നത്. മാധവൻ തമ്പി. ഭാര്യയായ വാസന്തിയെ ഒറ്റ ചവിട്ടിന് കൊന്നവനാണ് അയാൾ. 65 വയസ്സിനോടടുത്ത് പ്രായം. മാധവൻ തമ്പിയുടെ വലങ്കയായ ഗുണ്ടയാണ് ശ്രീധരൻ. തമ്പി അസുരനാണെങ്കിൽ ശ്രീധരൻ രാക്ഷസനാണ്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. കണ്ണീരും ചോരയും കൊടുത്താണ് തമ്പി ശ്രീധരനെ വളർത്തിയെടുത്തത്. അയാൾക്കെതിരെ സംഘടിക്കണമെന്ന് പറഞ്ഞതിനാണ് ശ്രീധരൻ രാവണി മാഷെ സ്കൂളിൽ വെച്ച് വെട്ടിനുറുക്കിയത്. കാഴ്ചക്കാരായി ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ സാക്ഷി പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. അപ്പോഴാണ് കുഞ്ഞുങ്ങളെ നിലത്തെഴുത്തു പഠിപ്പിക്കുന്ന ദാമു ആശാൻ അതിന് തയ്യാറായത്. അരുതെന്ന് വിലക്കിയവരോടൊക്കെ ആശാൻ പറഞ്ഞു, ഒരുപാട് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിച്ചയാളാ ഞാൻ. എല്ലാം കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിച്ചിരുന്ന വളർന്നു വരണ കുഞ്ഞുങ്ങളിൽ ചിലരെങ്കിലും കരുതും ഞാൻ പഠിപ്പിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന്. കേസിന് പൊടുന്നതിന് ജീവൻ വെച്ചു. കോടതി ശ്രീധരന് വധശിക്ഷ വിധിച്ചു. അന്ന് ആശാനെ നോക്കി ശ്രീധരൻ ഗർജിച്ചു, തിരിച്ചു വരാൻ പറ്റിയ നിന്നെ ഭാര്യ മോളെയും ജീവനോടെ കത്തിക്കും ഞാൻ. മാധവൻ തമ്പി മലവെള്ളം പോലെയാണ് പണമൊഴുക്കിയത്. വധശിക്ഷ ജീവപര്യന്തം തടവായി കുറഞ്ഞു കിട്ടി. പിന്നെയും കിട്ടിയിരിക്കണം ഇളവുകൾ. അതല്ലേ 8 വർഷത്തിനു ശേഷം ശ്രീധരൻ തിരിച്ചു വരണത്. കഴിഞ്ഞ കാലം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെയാണ് രാമൻ നായരുടെ മുന്നിലെത്തിയത്. ഭീതിയോടെ അയാൾ പറഞ്ഞു, ശ്രീധരൻ തിരിച്ചു വരണ വരെ ദാമുവാശാനെയും കുടുംബത്തെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുവെക്കുമെന്ന് ആ തമ്പി എല്ലാവരോടും പറഞ്ഞിരുന്നു. തിരിച്ചു വരുമ്പോ ദാഹം തീർക്കാൻ ശ്രീധരന് ആശാന്റെ ചോര വേണമത്രേ. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ നാടുനായർ ചോദിച്ചു, ഇന്നല്ലേ നായരെ ആശാന്റെ മോള് ഊർമിളയുടെ കല്യാണം? പേടികൊണ്ട് രാമനാർക്ക് മറുപടി പറയാനായില്ല. അയാളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു. മീൻകാരൻ വാസു പിറുപിറുത്തു, അറക്കൽ തറവാട്ടില് ചോരപ്പുഴയൊഴുക്കും ശ്രീധരൻ. 10 സെന്റിൽ ഓടുമേഞ്ഞ സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്. അതായിരുന്നു അറക്കൽ തറവാട്. മുറ്റത്ത് മനോഹരമായ ഒരു പന്തൽ ഉയർന്നിരുന്നു. വിവാഹത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയായി. കിഴക്കേടത്തെ ഗോപാലപിള്ളയുടെ മകൻ ചന്ദ്രചൂടനാണ് വരൻ. തൃപ്പൂണിത്തറയിലാണ് വീട്. സിവിൽ സപ്ലൈസിൽ ക്ലർക്കാണ് അയാൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഊർമിളയെ അയാൾക്ക് ഇഷ്ടമായി. അത്രയ്ക്കും സുന്ദരിയായിരുന്നു അവർ. വരുന്ന മേടത്തിൽ ഊർമിളയ്ക്ക് 20 വയസ്സാവും. ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അവൾ. 55 വയസ്സിനടുത്ത് പ്രായം വരും ആശാന്. ഭാര്യ സുലോചനയ്ക്ക് 45. വൈകിയായിരുന്നു അവരുടെ വിവാഹം. ആണായിട്ടും പെണ്ണായിട്ടും ആകെയുള്ള സ്വത്താണ് ഊർമിള. സ്ത്രീധനമായി 25 പവനും 50,000 രൂപയും മാത്രമാണ് ചെറുക്കന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടത്. ആശാൻ അത് മുൻപേ കരുതി വെച്ചിരുന്നു. വീടിനുള്ളിൽ ഊർമിളയുടെ കൂട്ടുകാരികളുടെ ഒരു പട തന്നെയുണ്ട്. അവളെ അണിയിച്ചൊരുക്കാൻ മത്സരിക്കുകയാണവർ. ഊർമിളയുടെ നീളമുള്ള മുടി അറ്റം കെട്ടിയിട്ട് അതിൽ മുല്ലപ്പൂമാല കൊരുത്തുകൊണ്ട് ലില്ലി പറഞ്ഞു, പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കല്യാണം. കിട്ടിയതോ നല്ലൊരു സ്റ്റൈലും ചെക്കനെ. എലീന അത് ഏറ്റുപിടിച്ചു. ബാക്കിയുള്ളവര് തപസ്സിരിക്കുക വർക്കത്തുള്ള ഒരുത്തനെ കിട്ടാൻ. ഒരലവലാതിയെങ്കിലും വരണ്ടേ വീട്ടിലേക്ക്? സുകന്യ പറഞ്ഞു, ഭേദപ്പെട്ട കക്ഷികൾക്കൊക്കെ ഞാൻ എന്റെ സെൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളിയും വരണില്ല. കുസൃതി ചിരിയോടെ ഊർമിള പറഞ്ഞു, സൂക്ഷിക്കണേ മക്കളെ, ചിലപ്പോ സെല്ലീന്ന് വേണ്ടാത്ത വിളി വരും. ഇപ്പോഴത്തെ പോപ്പുലറായ 2 വാക്കുകളാ വാണിഭവും പീഡനവും.
സുകന്യ ഊർമിളയുടെ കവിളിൽ കളിയായിട്ടൊന്ന് നുള്ളു കൊടുത്തു. ഒന്നുകൂടി ഉണ്ടടി, പൈനാപ്പിൾ ജ്യൂസ്. എന്താ, അത് മറന്നോ? മുറിയിൽ ചിരിയുടെ തിരകളുയർന്നു. പെട്ടി തുറന്ന് ബാക്കിയുള്ള രൂപ എണ്ണി നോക്കുകയായിരുന്നു ആശാൻ. സുലോചന പിന്നിലെത്തി. മണി 10 ചെറുക്കന്റെ പാർട്ടി വന്നില്ലല്ലോ. മുഹൂർത്തത്തിന് ഇനി അരമണിക്കൂറേ ഉള്ളൂ. എണ്ണം തെറ്റിയ അരിശത്തോടെയാണ് ദാമുവാശാൻ പിന്നിലേക്ക് നോക്കിയത്. വഴിയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുണ്ണി നായർ അകത്തേക്ക് വന്നു. അല്ല, നിങ്ങൾ ഇവിടെ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനാ? വരുന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആശാൻ രൂപ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് എഴുന്നേറ്റു. വെറും ഒരു ചായ കൊടുത്താ പോരെ? അത് അച്യുതൻകുട്ടി ഏറ്റിട്ടുണ്ട്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു നിലവിളി പോലെ ബ്രോക്കർ അരവിന്ദാക്ഷന്റെ ശബ്ദം കേട്ടു. ആശാനെ! അരുതാത്തതൊന്നും അയാൾ പറയരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദാമുവാശാൻ ഉമ്മറത്തേക്ക് ചെന്നത്. കുഞ്ചുണ്ണി നായരും സുലോചനയും പിന്നാലെ ചെന്നു. ആശാനെ കണ്ടപാടെ പതർച്ചയോടെ അരവിന്ദാക്ഷൻ പറഞ്ഞു, ചെറുക്കിന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു. ഈ കല്യാണം നടക്കില്ലെന്നാ അവര് പറയണത്. പരിസരം മറന്ന് ആശാൻ നിലവിളിച്ചു. എന്റെ ഈശ്വരാ! സുലോചനയും കരയാൻ തുടങ്ങിയിരുന്നു. നിലവിളി കേട്ട് പന്തലിലുണ്ടായിരുന്നവരൊക്കെ ആശാന്റെ ചുറ്റും കൂടി. അച്യുതൻകുട്ടി ചോദിച്ചു, എന്തു പറ്റി? കുഞ്ചുണ്ണി നായർ പറഞ്ഞു, കല്യാണം നടക്കില്ല അത്രേ. ചെറുക്കന്റെ വീട്ടുകാര് പറഞ്ഞൂന്ന്. അച്യുതൻകുട്ടി രോഷത്തോടെ അരവിന്ദാക്ഷനെ നോക്കി. ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് കല്യാണം നടക്കില്ലാന്നോ? അതൊന്ന് കാണണമല്ലോ. സുലോചന തളർന്ന് തിണ്ണയിലേക്ക് ചാഞ്ഞു. കുഞ്ചുണ്ണി നായർ ചോദിച്ചു, എന്താ കാര്യന്ന് അവര് പറഞ്ഞില്ലേ നിന്നോട്? അരവിന്ദാക്ഷൻ ദൈന്യതയോടെ ആശാനെ നോക്കി. അത് പറയാൻ ഗോപാലപിള്ള 4-5 ആളെയും കൂട്ടി ഇങ്ങോട്ട് വരണുണ്ട്. അച്യുതൻകുട്ടി പറഞ്ഞു. വരട്ടെ ഇങ്ങോട്ട്. പുളിങ്കുരു പോലെ എണ്ണിക്കൊടുത്തല്ലേ 50,000 രൂപ ആ കണ്ണിൽ ചോരയില്ലാത്തവന് വായ്ക്കരിയിടാൻ. കല്യാണത്തിന് സമ്മതമല്ലാന്ന് മുഖത്തു നോക്കി പറയട്ടെ. ഇരുമ്പഴി എണ്ണിച്ചേക്കാം തന്തേ മോനെ. ഊർമിളയുടെ മുറിയിൽ കളിയും ചിരിയും നിന്നിരുന്നു. പകരം ഇടനെഞ്ചി വെങ്ങിയുള്ള തേങ്ങൽ കേട്ടു. അപ്പോൾ അറക്കൽ തറവാടിന് മുന്നിൽ ഒരു അംബാസഡർ കാർ വന്നു നിന്നു. അതിൽ നിന്നും ചന്ദ്രചൂഡന്റെ അച്ഛൻ ഗോപാലപിള്ള ഇറങ്ങി. പിന്നാലെ 4 മധ്യവയസ്കരും. അടക്കിയ തേങ്ങലോടെ ദാമുവാശാൻ ഗോപാലപിള്ളയുടെ അടുത്തെത്തി. തൊഴുകൈകളോടെ ആശാൻ പറഞ്ഞു, ശിക്ഷിക്കരുത് പിള്ളേ. കല്യാണത്തിന്റെ അന്ന് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ എന്റെ കുട്ടി പിന്നെ ജീവിച്ചിരിക്കില്ല. തെറ്റും കുറ്റമൊക്കെ പറഞ്ഞു തീർക്കാൻ നമുക്ക്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. കയ്യിലിരുന്ന ബാഗ് ആശാന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഗോപാലപിള്ള പറഞ്ഞു, നിർബന്ധിക്കണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ മോൻ ഊർമിളയുടെ കഴുത്തിൽ താലി കെട്ടില്ല. വാങ്ങിയ മുഴുവൻ പണവും ബാഗിലുണ്ട്. കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. ആശാന്റെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീണു. കുനിഞ്ഞ് ഗോപാലപിള്ളയുടെ കാലിൽ തൊട്ടുകൊണ്ട് ആശാൻ പറഞ്ഞു, എന്റെ മോളുടെ കണ്ണീര് കണ്ടെങ്കിലും ഈ കല്യാണം വേണ്ടാന്ന് പറയല്ലേ. സഹതാപത്തോടെ ദാമു ആശാനെ നോക്കിക്കൊണ്ട് ഗോപാലപിള്ള പറഞ്ഞു, ക്ഷമിക്കണം ആശാനെ. ചെയ്യണത് ഒരു ഈശ്വരന് പൊറുക്കാത്ത തെറ്റാണ്. അറിയാഞ്ഞിട്ടല്ല. അയാൾ ഇടപെട്ടു. ഇതിന് നെറുകേടെന്നല്ല, തന്തയില്ലായ്മ എന്ന് ഇവിടെയൊക്കെ പറയാ. വേഷം കെട്ട് കാണിക്കാണ്ട് ചെറുക്കനെ ഇങ്ങോട്ട് പറഞ്ഞു വിടടോ വേഗം. അച്യുതൻകുട്ടിയും മുന്നോട്ട് വന്നു. അല്ലെങ്കിൽ പെണ്ണിനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരും. അവിടെ നടത്താം ഈ കല്യാണം. ഗോപാലപിള്ള അച്യുതൻകുട്ടിയെ തറച്ചു നോക്കി. അപ്പോ ശവസംസ്കാരം ആര് നടത്തും? അച്യുതൻകുട്ടിക്ക് ഗോപാലപിള്ള പറഞ്ഞത് മനസ്സിലായില്ല. ശവസംസ്കാരമോ? ആരുടെ? ഗോപാലപിള്ള പറഞ്ഞു, ഈ തറവാട്ടിലുള്ളവരുടെ. കുഞ്ചുണ്ണി നായർക്ക് കലശലായ ദേഷ്യം വന്നു. തെമ്മാടിത്തരം പറയരുത്. ഗോപാലപിള്ള ചോദിച്ചു, അപ്പോ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? കുഞ്ചുണ്ണി നായരും അച്യുതൻകുട്ടിയും പരസ്പരം നോക്കി. ആ ശ്രീധരൻ വണ്ണുണ്ടോ ജയിലിന്ന്? അവനെതിരെ സാക്ഷി പറഞ്ഞതിന് ഈ കുടുംബത്തെ ശിക്ഷിക്കാൻ. ഒരു വെള്ളിടി വെട്ടിയതുപോലെ ആശാൻ നടുങ്ങി. സുലോചന അലമുറയിട്ട് കരഞ്ഞു. ഊർമിളയും നിലവിളിച്ചു. എല്ലാവരോടുമായി ഗോപാലപിള്ള ചോദിച്ചു, ഇനി എന്റെ മോന്റെ ചോര കൂടി കൊടുക്കണോ ശ്രീധരന്? പറയേ. അവനും ഇവരോടൊപ്പം ചത്തുപോട്ടേന്ന് ഒരാളെങ്കിലും പറഞ്ഞ അപ്പൊ നടത്താം ഞാൻ ഈ കല്യാണം. ആരും മിണ്ടിയില്ല. ഒരു നിമിഷം കൂടി അവിടെ നിന്നിട്ട് ഗോപാലപിള്ള കാറിൽ കയറി. ഒപ്പം കൂടെ വന്നവരും. അറക്കൽ തറവാട് മരണം നടന്ന വീട് പോലെയായി. ശ്രീധരന്റെ പേര് കേട്ടപ്പോൾ തന്നെ പകുതി ആളുകളും പിരിഞ്ഞു പോയിരുന്നു. ബാക്കിയുള്ളവരും ഓരോരുത്തരായി പടിയിറങ്ങി. കുഞ്ചുണ്ണി നായർ ആശാന്റെ അടുത്ത് ചെന്നു. ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു, എങ്ങനെയാ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആശാനെ. എന്തു പറഞ്ഞാലും അതൊരു വെറും വാക്കാവും. ശ്രീധരനോട് അരുതെന്ന് പറയാനുള്ള ചങ്കൂറ്റം
ഈ നാട്ടിൽ ആർക്കുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അച്യുതൻകുട്ടിയും പറഞ്ഞു. ചെയ്തത് തെറ്റായി പോയിന്ന് കാല് പിടിച്ച് അവനോട് പറയണം. ശ്രീധരന് നല്ല ബുദ്ധി തോന്നാൻ തേവരോട് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയും വേണം. അരവിന്ദാക്ഷൻ ദാമുവാശന്റെ കയ്യിലെടുത്ത് നെഞ്ചിൽ ചേർത്തു. കൂടെ നിൽക്കണമെന്നുണ്ട് ആശാനെ. പക്ഷേ പ്രായമായ ഒരമ്മയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അനാഥരായി പോവും. കൊല്ലാണ്ട് ശ്രീധരൻ തിരിച്ചു പോയാ നല്ലൊരാലോചനയും കൊണ്ട് ഞാൻ ഇനി വരാം. മേശപ്പുറത്ത് തല ചായ്ച്ചു കിടന്ന് മുള ചീന്തിയതുപോലെ കരയുകയായിരുന്നു ഊർമിള. എലീന പറഞ്ഞു. നിന്റെ അച്ഛൻ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവനെതിരെ സാക്ഷി പറയാൻ പാടില്ലായിരുന്നു. ലില്ലി പറഞ്ഞു. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ ദാമുവാശനോട്. സുകന്യ ലില്ലിയെ നോക്കി. മാധവൻ തമ്പിയുടെ കാശ് വാങ്ങാത്ത ഏത് പോലീസുകാരനുണ്ട് ടൗണിൽ? ശ്രീധരനെ തടയാൻ ആരും വരില്ല പെണ്ണെ. എലീന വാച്ചിൽ നോക്കി. ബോട്ടണി റെക്കോർഡിൽ 4-5 പടം വരയ്ക്കാനുണ്ട്. നാളെ സബ്മിറ്റ് ചെയ്യേണ്ടതാ. ഞാൻ പോയിക്കോട്ടെ ഊർമിളെ. സുകന്യയും പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവള് കരയണത് കണ്ടു നിൽക്കാൻ പറ്റണില്ല എനിക്ക്. ഞാനും വരിക കൂടെ. ലില്ലി ഊർമിളയുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണീര് വീണ് നനഞ്ഞ് ആകെ വികൃതമായിരുന്നു ആ മുഖം. ഇടർച്ചയോടെ ലില്ലി പറഞ്ഞു. ഇങ്ങനെ ഒരു വിധി നിനക്ക് വരരുതായിരുന്നു മോളെ. എന്താ ഒരു ഈശ്വരനും നിന്റെ ഈ കണ്ണീര് കാണാത്തത്? മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം നോറ്റിരുന്നല്ലോ അല്ലേ നീ? എന്നിട്ടും എന്താ ഇങ്ങനെ ഒരു ശിക്ഷ? അവളുടെ ശബ്ദം കരച്ചിലിന്റെ വക്കിലെത്തി. ഇനി നിന്നെ ജീവനോട് കാണാൻ പറ്റൂടി ഞങ്ങൾക്ക്? അപ്പോൾ വേച്ച് വെച്ച് ദാമുവാശാൻ മുറിയിലേക്ക് വന്നു. സുലോചന അയാളെ താങ്ങി പിടിച്ചിരുന്നു. കൂട്ടുകാരികളെല്ലാം മുറിവിട്ട് പുറത്തിറങ്ങി. ആശാൻ നിറഞ്ഞ കണ്ണുകളോടെ ഊർമിളയുടെ അടുത്തെത്തി. ഊർമിള നിലവിളിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. വിങ്ങി പൊട്ടിക്കൊണ്ട് ആശാൻ ചോദിച്ചു. ഒരാശ്വാസവാക്ക് പറയാൻ എന്റെ മോക്കും ആരുമില്ലാണ്ടായി അല്ലേ? ഊർമിള ആശാന്റെ നെഞ്ചിൽ മുഖമിരുട്ടി. ആശാൻ പറഞ്ഞു. വന്നവരൊക്കെ തിരിച്ചുപോയി. അച്ഛനും തനിച്ചായി. സുലോചന തേങ്ങിക്കരഞ്ഞു. ആരെയും കുറ്റം പറയണ്ട. എല്ലാവരും പോയത് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ശ്രീധരനെ പേടിച്ചിട്ടാ. ഊർമിളയുടെ കണ്ണീർ വീണ് ആശാന്റെ നെഞ്ചു നനഞ്ഞു. ഇപ്പൊ തോന്നുന്നു അന്ന് അവനെതിരെ സാക്ഷി പറയേണ്ടിയിരുന്നില്ല എന്ന്. ആശാന്റെ ശബ്ദം നിലവിളിയിൽ കുതിർന്നു. അച്ഛൻ ശിക്ഷിച്ചത് അച്ഛനെ മാത്രമല്ല എന്റെ പൊന്നുമോളെ ശിക്ഷിച്ചു. സുമംഗലിയാവേണ്ടിയിരുന്ന നിന്നെ അമംഗലിയാക്കി. എല്ലാ തെറ്റും തിരുത്തണം ഈ അച്ഛന്. എന്റെ മോള് ഒപ്പമുണ്ടാവില്ലേ? നെഞ്ചുരുകിയുള്ള നിലവിളി തന്നെയായിരുന്നു മറുപടി. അപ്പോൾ ഓലമേഞ്ഞ ഒരു കുടിലിനുള്ളിൽ ഇരുന്ന് ബ്ലൗസ് തയ്ക്കുകയായിരുന്നു അഞ്ജന. ലുങ്കിയും ബ്ലൗസുമായിരുന്നു വേഷം. 30 വയസ്സുണ്ടെങ്കിലും അത്രയും തോന്നിക്കില്ല. സമൃദ്ധമായ മുടി അലസമായാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന മുഖം. ക്രച്ചസ് തറയിൽ അമർത്തി ആയാസപ്പെട്ട് സത്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ഒരായുഷ്കാലത്തെ ദുഃഖം അത്രയും അനുഭവിച്ചു തീർത്തതിനു ശേഷമുള്ള നിർവികാരതയായിരുന്നു അയാളുടെ മുഖത്ത്. കുഴിഞ്ഞ കണ്ണുകൾ, മെലിഞ്ഞ ദേഹം, കുറ്റിത്താടി, എണ്ണ കാണാത്ത മുടി, ഒടിഞ്ഞു തൂങ്ങിയ വലതുകാൽ. അഞ്ജന ചോദിച്ചു. എന്താ ഏട്ടാ? പതിഞ്ഞമർന്ന സ്വരത്തിൽ സത്യം പറഞ്ഞു. ഊർമിളയുടെ കല്യാണം മുടങ്ങി. അഞ്ജന എന്താ കാരണമെന്ന മട്ടിൽ സത്യനെ നോക്കി. അതേ ശബ്ദത്തിൽ സത്യം പറഞ്ഞു. അവൻ വരണുണ്ട്, ശ്രീധരൻ. അഞ്ജനയുടെ മനസ്സിൽ വിനാശകാരിയായ ഒരു രാക്ഷസത്തിര ഇളകി. വർഷങ്ങൾക്ക് മുമ്പ് മാധവൻ തമ്പിയുടെ കാരണവന്മാരിൽ ആരോ കുടികിടപ്പവകാശമായി നൽകിയ ഒരു 5 സെന്റ്. തമ്പിയുടെ ബംഗ്ലാവിനോട് ചേർന്നായിരുന്നു അത്. അഞ്ജനയും സത്യനും പിറന്നു വീണ മണ്ണ്. അച്ഛൻ അയ്യപ്പനും അമ്മ കാർത്തിയാനിയും ശാന്തമായി ഉറങ്ങുന്ന മണ്ണ്. അവിടെ ഒരു കൊച്ചുകുടിൽ. അന്ന് അതായിരുന്നു സത്യന്റെയും അഞ്ജനയുടെയും വീട്. സത്യന് മാധവൻ തമ്പിയുടെ തോട്ടത്തിൽ കൂലിപ്പണിയായിരുന്നു. പണി ചെയ്ത് കിട്ടിയ കാശൊക്കെ അയാൾ കൂട്ടിവെച്ചു പൊന്നനിയത്തിയുടെ കല്യാണത്തിന്. ആ മോഹം സഫലമാവുമായിരുന്നു. വിധി അനുവദിച്ചിരുന്നെങ്കിൽ അഞ്ജന ഇഷ്ടിക തൊഴിലാളിയായ ഉണ്ണികൃഷ്ണന്റെ പെണ്ണാകുമായിരുന്നു. വിവാഹ നിശ്ചയം പോലും കഴിഞ്ഞതാണ്. വില കൂടിയ ഒരു കല്യാണ സാരിയും സത്യം വാങ്ങിച്ചു. ഒരു നാൾ മാധവൻ തമ്പി ആ കുടിലിനുള്ളിലേക്ക് കയറി ചെന്നു. അവിടെ അപ്പോൾ അഞ്ജന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെ നോക്കി വൃത്തികെട്ട ഒരു ചിരിയോടെ തമ്പി പറഞ്ഞു. ഒരുപാട് നാളായി പറയണമെന്ന് കരുതിയിട്ട്. ഇവിടെ വരെ വരാൻ സമയം കിട്ടണ്ടേ? കല്യാണം കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ നിന്നെ അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. പിന്നെയുള്ളത് സത്യൻ, ഒറ്റത്തടി. അവൻ എന്തിനാ പെണ്ണെ ഇങ്ങനെ ഒരു വീട്? പേടികൊണ്ട് അഞ്ജനയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. അതേ ചിരിയോടെ തമ്പി പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോ എനിക്കിവിടെ 2-3 ജാതി തൈ വെക്കണം.
സമർത്ഥമായി അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാധവൻ തമ്പി എന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായി. വിവരം അറിഞ്ഞപ്പോൾ സത്യൻ പൊട്ടിത്തെറിച്ചു. കൊക്കിൽ ജീവനുള്ള കാലം വീടൊഴിഞ്ഞു പോവില്ലെന്ന് അയാൾ മാധവൻ തമ്പിയോട് പറഞ്ഞു. തമ്പി ഒന്നേ ചോദിച്ചുള്ളൂ, ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോടാ? അറുത്തു മുറിച്ചതുപോലെയായിരുന്നു സത്യന്റെ മറുപടി. അതെ. ആ രാത്രി മാധവൻ തമ്പി ഒരിക്കൽ കൂടി അഞ്ജനയുടെ വീട്ടിൽ വന്നു. വൃത്തികെട്ട ചിരി ചിരിച്ചു. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? ഒഴിയില്ലാന്ന് തന്നെയാണോ? അതെ. പിന്നിലേക്ക് തിരിഞ്ഞ് തമ്പി പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും ഇവറ്റകൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇരുട്ടിൽ നിന്ന് ഒരു രാക്ഷസൻ വെളിച്ചത്തിലേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു ഇരുമ്പുവടി ഉണ്ടായിരുന്നു. അഞ്ജനയുടെ മനസ്സ് പേടിയോടെ പിടഞ്ഞു. ശ്രീധരൻ. അവൻ ആദ്യം സത്യന്റെ വലതുകാൽ അടിച്ചൊടിച്ചു. പിന്നെ പൊക്കിയെടുത്ത് തോട്ടത്തിലേക്ക് എറിഞ്ഞു. വൈകാതെ അയാൾ അഞ്ജനയുടെ നേരെ തിരിഞ്ഞു. ആ രാത്രി അവളുടെ നിറമുള്ള സ്വപ്നങ്ങളിൽ നിന്ന് ഉണ്ണികൃഷ്ണന്റെ മുഖം മാഞ്ഞുപോയി. താണ്ഡവം കഴിഞ്ഞപ്പോൾ മുനിഞ്ഞു കത്തിയിരുന്ന മണ്ണെണ്ണ വിളക്കെടുത്ത് അയാൾ കുടിലിന്റെ മേലേക്ക് എറിഞ്ഞു. തീ ആളിപ്പടർന്നു. ഓർക്കുകയായിരുന്നില്ല, എല്ലാം നീരിൽ കാണുകയായിരുന്നു അഞ്ജന. സത്യൻ അവളുടെ വേവുന്ന മനസ്സിന്റെ നോവ് കണ്ടു. ഒരു താക്കീത് നൽകുന്നത് പോലെ അയാൾ പറഞ്ഞു, ഓർക്കരുത്, ഒന്നും ഒന്നും ഓർക്കരുത്. സത്യം പറഞ്ഞത് അവൾ കേട്ടില്ല. അഞ്ജന അപ്പോഴും വർഷങ്ങൾക്ക് പിന്നിലെ പേടിപ്പിക്കുന്ന ഓർമ്മകളിലൂടെ ചോര പുരണ്ട മനസ്സുമായി അലയുകയായിരുന്നു. ആരോടൊന്നില്ലാതെ അവൾ പറഞ്ഞു, വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഈശ്വരന്മാരോട് ഇത്രയും കാലം ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ശ്രീധരനെ ജീവനോടെ എന്റെ മുന്നിൽ എത്തിക്കണേ എന്ന് മാത്രം. ഈ നാട്ടിൽ ഒരു പെണ്ണും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പ്രാർത്ഥന ഫലിച്ചു. അവൻ വരണത് ഈ നാട്ടിലേക്കല്ല, അഞ്ജന ഉള്ളിലൊരുക്കി വെച്ചിട്ടുള്ള അവന്റെ തന്നെ പട്ടടയിലേക്കാണ്. ആ നിമിഷം സത്യൻ ഉറപ്പായി, ലോകത്തിൽ ഒരു ശക്തിക്കും ഇനി ഇവളെ തടയാനാവില്ല. പക്ഷേ പ്രതീക്ഷിക്കാനുള്ളത് ഒരു തനിയാവർത്തനം മാത്രം. കാതുകളിൽ മരണത്തിന്റെ മണിമുഴക്കം. ഒരു പിടി ചാരമല്ലാതെ ഇനി ഇവിടെ മറ്റെന്തെങ്കിലും ബാക്കിയുണ്ടാവുമോ? പിറ്റേന്ന് അതിരാവിലെ തന്നെ മാധവൻ തമ്പി സക്കറിയയെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. അയാളുടെ ഗുണ്ടാപ്പടയിലെ രണ്ടാമനാണ് സക്കറിയ. സിനിമകളിൽ സാധാരണ കാണാറുള്ള വില്ലൻ കഥാപാത്രത്തിന്റെ അതേ രൂപമാണ് അയാൾക്ക്. ക്ലീൻ ഷേവ് ചെയ്ത തലയും മുഖവും, ശരീരത്തിന്റെ വടിവുകൾ വ്യക്തമാക്കുന്ന ടീഷർട്ടും ഒട്ടിക്കിടക്കുന്ന ജീൻസും, ഒരു കാതിൽ മാത്രം ചുവന്ന കല്ലുവെച്ച കടുക്കൻ. സെൻട്രൽ ജയിൽ. കൃത്യം 10 മണിക്ക് തന്നെ കൂറ്റൻ ഇരുമ്പു ഗേറ്റിനുള്ളിലെ ചെറിയ കിളിവാതിൽ തുറന്നു. സക്കറിയ ആദ്യം നോക്കിയത് ഏതു നേരവും തീയാളി നിൽക്കുന്ന കണ്ണുകളിലേക്കാണ്. പിന്നെ ഉരുക്കിന്റെ കാഠിന്യമുള്ള വിരിഞ്ഞ നെഞ്ചിലേക്ക്, മിന്നൽ പിണരായി പുളയാറുള്ള നീണ്ടു നിവർന്ന കൈകളിലേക്ക്, ഭൂമി ചവിട്ടി മെതിക്കാറുള്ള കരുത്തുള്ള കാലുകളിലേക്ക്. സക്കറിയ കണ്ടു. അംഗത്തിനൊരുങ്ങി വരുന്ന ചേകവനെ പോലെ കൊല്ലാനും ചാവാനും തയ്യാറായി മാധവൻ തമ്പിയുടെ മാനസപുത്രൻ ശ്രീധരൻ. പഴയ അതേ വേഷത്തിൽ, കാക്കി പാൻസും ഹാഫ് കൈ ഷർട്ടും. അയാളെ സ്നേഹവായ്പോടെ പുണർന്നുകൊണ്ട് സക്കറിയ പറഞ്ഞു, ഇനി നമ്മുടെ നാട്ടിൽ ആരും മനസമാധാനത്തോടെ ഉറങ്ങരുത് ശ്രീധര. അന്ന് അറക്കിൽ തറവാട്ടിലെ കളരിയിലേക്ക് ആരും കുട്ടികളെ അയച്ചില്ല. അയൽക്കാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ അവിടെ ഒരു സുസുക്കി സ്വിഫ്റ്റ് കാർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാധവൻ തമ്പി ഇറങ്ങി നിലത്തെഴിഞ്ഞിരുന്ന സ്വർണ്ണക്കരയുള്ള കസവുമുണ്ട് ഇടത് കൈകൊണ്ട് മാടിയൊതുക്കി. ചുണ്ടിലെ വന്യമായ ചിരിയുമായി അയാൾ ഉമ്മറത്തേക്ക് കയറി. തൂവെള്ള ജുബയ്ക്കുള്ളിൽ കട്ടിയുള്ള സ്വർണ്ണമാല തിളങ്ങി. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയ്ക്കുള്ളിൽ ആജ്ഞാശക്തിയുള്ള കണ്ണുകൾ പിടച്ചു. അറക്കാൻ കൊടുത്ത ഉരുക്കുകളുടെ കണ്ണുകളിലെ അവസാനത്തെ ധൈര്യം ആസ്വദിക്കാൻ എത്തിയതായിരുന്നു അയാൾ. മാധവൻ തമ്പി ചാരിയിരുന്ന വാതിൽ മെല്ലെ തുറന്നു. സ്വീകരണമുറിയിൽ സോഫയുടെ താഴെ രാമുവാശൻ ചലനമറ്റ് കിടന്നിരുന്നു. ചെറുതായി പിളർന്ന വായ്, കീച്ചുണ്ടിൽ കട്ട പിടിച്ച ചോര, ചത്ത മീനിന്റെ ഇതുപോലെയുള്ള കണ്ണുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ മാധവൻ തമ്പിക്ക് മനസ്സിലായി, ആശാൻ ജീവനോടെയില്ല. തിടുക്കത്തിൽ അയാൾ അകത്തേക്ക് കടന്നു. ഇരയെ തേടുന്ന വേട്ടനായുടെ ക്രൗര്യത്തോടെ ബെഡ്റൂമിന് നേരെ നീങ്ങി. വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ കണ്ടു, കട്ടിലിൽ മകളെ കെട്ടിപ്പിടിച്ച് മരവിച്ചു കിടക്കുന്ന സുലോചന. അപ്പോഴും ഊർമിള വധുവിന്റെ വേഷത്തിലായിരുന്നു. കഴുത്തിലും കൈകളിലും ആഭരണങ്ങൾ, മുറി മുഴുവൻ വാടിയ മുല്ലപ്പൂക്കൾ, മേശപ്പുറത്ത് കീടനാശിനിയുടെ ഒരു കുപ്പി, അതിനിടയിൽ എന്തോ എഴുതിയ ഒരു കടലാസ്. അകത്തേക്ക് ചെന്ന് മാധവൻ തമ്പി ആ കടലാസ് വലിച്ചെടുത്തു. അതിലെഴുതിയിരുന്നു, സാക്ഷി പറയുമ്പോൾ എന്റെ കുടുംബത്തിന്റെ കണ്ണീര് ഞാൻ കണ്ടില്ല, കണ്ടത് ഈ നാടിന്റെ കണ്ണീര്. വൈകിയാണ് ബോധ്യമായത്. വേണ്ടായിരുന്നു. കൺമുന്നിലിട്ട് ശ്രീധരൻ എന്റെ മോളെ
പിച്ചി ചിന്തണത് കാണാനുള്ള കരുത്തില്ല. സുലോചനയെ വെട്ടി നുറുക്കണതും താങ്ങാൻ പറ്റില്ല. ആ ദുഷ്ടൻ ഒരിക്കലും തേടി വരാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോവുകയാണ്. തമ്പിയുടെ ഉള്ളിൽ ഒരു കനൽക്കാറ്റ് ചീറ്റിയടിച്ചു. 3 ശവങ്ങളുണ്ട്. ഈ അറക്കൽ തറവാടുണ്ട്. തൽക്കാലം അത് മതിയാവും ശ്രീധരന്. ശവങ്ങൾ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഈ വീട് ഒരു തീഗോളമാവണം. ശവമായി മാറിയാലും ശത്രുവിന് ശ്രീധരൻ മാപ്പ് കൊടുക്കില്ലെന്ന് ഈ നാടറിയണം. അയാൾ സെൽഫോൺ എടുത്തു. ആദ്യം വിളിക്കേണ്ടത് റൂറൽ SP രവിശങ്കറിനെ. ശ്രീധരന്റെ താണ്ഡവം കഴിയുന്നത് വരെ കാക്കിയിട്ട ഒരു നായിന്റെ മോനും ഇവിടെ കാലുകുത്തിക്കൂടാ. അക്കങ്ങളിൽ വിരൽ തൊട്ടതേയുള്ളൂ. പെട്ടെന്ന് പിന്നിൽ നിന്നും നേരത്തെ ഒരു ഞരക്കം കേട്ടു. തമ്പി അങ്ങോട്ട് തിരിഞ്ഞു. തോന്നിയതാണോ? അല്ല, ആരോ ഞരങ്ങുന്നുണ്ട്. അമ്മയാണോ അതോ മകളോ? തമ്പി കട്ടിലിനടുത്തേക്ക് നീങ്ങി. കുനിഞ്ഞ് രണ്ടുപേരെയും മാറി മാറി നോക്കി. വീണ്ടും ഒരു ഞരക്കം. വിളറിയ ചുണ്ടുകൾക്കിടയിൽ ജീവന്റെ തുടിപ്പ്. ഊർമിള. പൈശാചികമായ ഒരാനന്ദം തമ്പിയുടെ കണ്ണുകളിൽ തുളുമ്പി. ഇരകളിലൊന്ന് ഇപ്പോഴും ബാക്കിയുണ്ട്. പെട്ടെന്ന് സെൽഫോൺ എടുത്ത് അയാൾ തോട്ടത്തിലെ മാനേജർ യൂസഫ് അലിയെ വിളിച്ചു. യൂസഫ് അലി ലൈനിൽ വന്നു. തമ്പി പറഞ്ഞു, ഞാനാ യൂസഫേ, തമ്പി. ദാമുവാശാന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് കൊണ്ട് നീ ഇങ്ങോട്ട് വരണം. തമ്പി മറ്റൊരു നമ്പർ ഡയൽ ചെയ്തു. എറണാകുളത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ബാബു ചെറിയാൻ ഫോൺ എടുത്തു. തമ്പി പറഞ്ഞു, ഞാനാടോ ചെറിയാനെ, മാധവൻ തമ്പി. എന്റെ ജീവനേക്കാൾ വിലയുള്ള ഒരു ജീവനം കൊണ്ട് യൂസഫ് അലി ഉടനെ അവിടെ എത്തും. വിഷം കഴിച്ച ഒരു പെണ്ണ. വേണ്ടതൊക്കെ താൻ ചെയ്യണം. എനിക്ക് അവളെ ജീവനോടെ തിരിച്ചു കിട്ടിയേ പറ്റൂ. തമ്പി പിന്നെ വിളിച്ചത് റൂറൽ SP രവിശങ്കറിനെയാണ്. പക്ഷെ അയാളെ ലൈനിൽ കിട്ടിയില്ല. 10 മിനിറ്റിനുള്ളിൽ യൂസഫ് അലി ആംബുലൻസുമായി വന്നു. തമ്പി ചുരുങ്ങിയ വാക്കുകളിൽ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു. പോകുന്ന വഴിക്ക് കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ കയറി ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നും കൂട്ടിച്ചേർത്തു. സമയം കളയാതെ യൂസഫും കൂട്ടരും ഊർമിളയെ ആംബുലൻസിൽ എത്തിച്ചു. സൈറൺ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് നീങ്ങി. എന്തൊക്കെയോ മണത്തറിഞ്ഞതുപോലെ ആളുകൾ അറക്കൽ തറവാട്ടിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു. പക്ഷേ വീടിനു മുന്നിൽ മാധവൻ തമ്പിയെ കണ്ടതോടെ വന്നവരൊക്കെ പിന്നോട്ട് വലിഞ്ഞു. കാറിന് നേരെ നടക്കുമ്പോൾ അവിടെ കൂടി നിന്നവരോടായി പരിഹാസത്തോടെ തമ്പി പറഞ്ഞു, വിഷം കഴിച്ചതാ, 2 തീർന്നു. ആ പെണ്ണിന് ചെറിയൊരനക്കമുണ്ട്. ശ്രീധരന് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഭയമുണ്ടായിരുന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ കുഞ്ചുണ്ണി നായർ പറഞ്ഞു, ദയ കാണിക്കണം മുതലാളി. ഈ അറക്കൽ തറവാട്ടില് അവളെങ്കിലും ബാക്കിയായിക്കോട്ടെ. രക്ഷപ്പെട്ട് തിരിച്ചു വന്നാൽ ഊർമിളയെ ശ്രീധരന് കൊടുക്കരുത്. തമ്പി ഗർജിച്ചു. തനിക്കറിയോ, ജയിലിൽ നിന്ന് 8 ദിവസം കൊണ്ട് പുറത്തു വന്നേനെ എന്റെ ശ്രീധരൻ. അത് 8 കൊല്ലമാക്കി നീട്ടിയത് ഇവിടെ ചത്തുകിടക്കണ ആശാനാ. കുഞ്ചുണ്ണി നായരുടെ അടുത്തെത്തി അയാളുടെ ഇരു ചുമലുകളിലും പിടിച്ചുലച്ചുകൊണ്ട് തമ്പി തുടർന്നു. തമ്പിയും ശ്രീധരനെ തോൽപ്പിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി അയാള്. ഈ വീട്ടിൽ പന്തലിട്ട് മോളുടെ കല്യാണം നടത്താമെന്ന് സ്വപ്നം കണ്ടു അയാള്. എല്ലാ സ്വപ്നവും ചോരയിൽ മുക്കാൻ ജയിലിൽ നിന്ന് ശ്രീധരൻ വരുന്നുള്ളൂ എന്ന കാര്യം മറന്നു അയാള്. തൊഴുകൈകളോടെ കുഞ്ചുണ്ണി നായർ പറഞ്ഞു, ഒക്കെ ശരിയാണ്. ഏതായാലും സ്വയം ശിക്ഷിച്ചില്ലേ ആശാനും സുലോചനയും. ഇനി പക വേണോ മുതലാളി? തമ്പി അടക്കി ചിരിച്ചു. വേണമെടോ. എന്തിനാന്നറിയോ? ഇനി ഈ നാട്ടിൽ ദാമുവാശാനെ പോലെയുള്ള ഒരു വിരുദ്ധൻ ഉണ്ടാവരുത്. ഓർമ്മ വേണം എല്ലാത്തിനും. തമ്പി ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലെത്തി. പിന്നാലെ ചെന്ന് കുഞ്ചുണ്ണി നായർ പറഞ്ഞു, ഒരപേക്ഷയുണ്ട്, പറ്റില്ലാന്ന് പറയരുത്. മാധവൻ തമ്പി ചോദ്യരൂപത്തിലൊന്ന് മൂളി. ഈ നാട്ടിലെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ കണ്ണ് തെളിയിച്ചയാളാ ദാമുവാശാൻ. ആ ശവശരീരം ഇങ്ങനെ അനാഥമാക്കിയിടരുത്. പോലീസിൽ അറിയിച്ച് എത്രയും പെട്ടെന്ന് വേണ്ടതൊക്കെ ചെയ്യണം. കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തമ്പി പറഞ്ഞു, ശ്രീധരൻ വരണത് വരെ 2 ശവവും ഇവിടെ കിടന്ന് പുഴുത്തു നാറിക്കോട്ടെ. അതിനിടയില് ആരെങ്കിലും അതിൽ തൊട്ടാൽ ശവത്തിന്റെ എണ്ണം കൂട്ടും ഞാൻ. സുസുക്കി സ്വിഫ്റ്റ് നീങ്ങി. കാർ കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ ധാർമ്മിക രോഷത്തോടെ അച്യുതൻകുട്ടി പറഞ്ഞു, നിയമവും പോലീസും കോടതിയും ഒക്കെയുള്ള നാടാ ഇത്. എന്തിനും ഏതിനും കൊടി പിടിക്കാൻ രാഷ്ട്രീയക്കാരുമുണ്ട്. എന്നിട്ടും ഇവിടെ നടക്കുന്നത് ഈ അസുരന്റെ കാട്ടുനീതി. നമുക്കിതൊന്നും അവസാനിപ്പിക്കണ്ടേ കുഞ്ചുണ്ണിയേട്ടാ? കുഞ്ചുണ്ണി നായർ ഈർഷ്യയോടെ ചോദിച്ചു. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ നീ പറഞ്ഞ ആ അസുരൻ. അപ്പോഴെന്താ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നത്? അരവിന്ദാക്ഷൻ പറഞ്ഞു, പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. കല്യാണം നടക്കില്ല എന്ന് കണ്ടപ്പോ ഭംഗിവാക്കും പറഞ്ഞ് പൊടിയും തട്ടി പോന്നോരാ നമ്മളൊക്കെ. ശ്രീധരൻ വരുന്നൂന്ന് കരുതി പിന്നെ ആരും ഈ വീടിന്റെ പടി ചവിട്ടിയില്ല. അതുകൊണ്ടാ ഇവിടെ ഇത്രയും വലിയ ദുരന്തമുണ്ടായത്. കുഞ്ചുണ്ണി നായർ ഇടർച്ചയോടെ പറഞ്ഞു.
പറയണത് ക്രൂരതയാണെന്ന് അറിയാനിട്ടല്ല. എന്നാലും ഞാനിപ്പോ തേവരോട് പ്രാർത്ഥിക്കുന്നത് ഊർമിള ജീവനോടെ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേന്നാ. ശവങ്ങൾക്ക് പോലും മാപ്പ് കൊടുക്കാത്ത ദുഷ്ടന്മാര് അവളെ ജീവനോടെ കയ്യിൽ കിട്ടിയാൽ. കുഞ്ചുണി നായർ പൂർത്തിയാക്കിയില്ല. പക്ഷെ ഊർമിളയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് അവിടെ നിന്നിരുന്നവർക്കൊക്കെ അറിയാമായിരുന്നു. രാമുവാശാനും ഭാര്യയും വിഷം കഴിച്ച് മരിച്ചുവെന്ന വാർത്ത കേട്ട് തളർന്നിരിക്കുകയായിരുന്നു സത്യൻ. ഡ്രസ്സ് ചെയ്ത് ബാഗും കുടയും എടുത്ത് അഞ്ജന അയാളുടെ അടുത്ത് ചെന്നു. എങ്ങാട്ടാ പോകുന്നതെന്ന് സത്യൻ ചോദിച്ചില്ല. അതിനു മുമ്പേ അവൾ മെല്ലെ തിരക്കി. ശ്രീധരൻ ഇന്ന് വരുന്നുവെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? സത്യം മോളി. സ്വീകരിക്കാൻ ഇവിടുന്ന് ആരെങ്കിലും പോണ്ടേ? സത്യൻ പേടിയോടെ തിരിഞ്ഞ് അഞ്ജനയെ നോക്കി. കൂസലില്ലാതെ അവൾ പറഞ്ഞു, പോണം. വരണത് ഈ നാട്ടിലെ വേണ്ടപ്പെട്ട ഒരാളല്ലേ. പോയാ മാത്രം പോരാ, നല്ലൊരു സമ്മാനം കൊടുക്കണം. സത്യം ചോദിച്ചു, എന്തൊക്കെയാ പെണ്ണെ നീ പറയണത്? സ്വീകരിച്ച് സമ്മാനം കൊടുക്കണമെന്നോ? എന്ത് സമ്മാനം? അഞ്ജന പുഞ്ചിരിച്ചു. വന്ന സ്ഥലത്തേക്ക് തന്നെ ഒരു മടക്കയാത്ര. സത്യന് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ നിൽക്കാതെ അഞ്ജന പുറത്തു കടന്നു. അവൾ നേരെ പോയത് റൂറൽ SP ഓഫീസിലേക്കാണ്. വരാന്തയിൽ DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവൾ കണ്ടു. ഹരിപ്രസാദ്. അയാളുടെ അടുത്തെത്തി അഞ്ജന പറഞ്ഞു, എനിക്ക് SP സാറിനെ കാണണം, ഒരു പരാതി കൊടുക്കാനുണ്ട്. ഹരിപ്രസാദ് കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാ. പരാതി ഇങ്ങ് തന്നേക്ക്, വരുമ്പോ ഞാൻ കൊടുത്തോളാം. അഞ്ജന വാനിറ്റി ബാഗ് തുറന്ന് നീണ്ട ഒരു കവർ എടുത്ത് ഹരിപ്രസാദിന് നേരെ നീട്ടി. കവർ വാങ്ങി തുറന്ന് അയാൾ അതിനുള്ളിൽ നിന്ന് ഒരു കടലാസ് പുറത്തെടുത്തു. 2 വരി വായിച്ചതേ ഉള്ളൂ. തീക്കട്ടയിൽ തൊട്ടതുപോലെയായി അയാളുടെ മുഖം. പരാതി മുഴുവൻ വായിച്ചു തീർത്തു. ഹരിപ്രസാദ് അഞ്ജനയെ നോക്കി. ചോര മണത്ത് നടക്കുന്ന നിഷ്ഠൂരനായ ഒരു ചെന്നായെ പോലെ. പുൽത്തകിഴിയിലെ ഊഞ്ഞാലിരുന്ന് അലസമായി ആടുകയായിരുന്നു മാധവൻ തമ്പി. സെൽഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്ത് അയാൾ പറഞ്ഞു, ഹലോ. അയാളുടെ കാതിലേക്ക് DYSP ഹരിപ്രസാദിന്റെ ശബ്ദം തുളഞ്ഞു കയറി. ഞാനാ മുതലാളി, ഹരിപ്രസാദ്. താനിപ്പോഴും ജീവനോടെ ഉണ്ടോ? നന്നായി. ശ്രീധരൻ വന്നോ? അവനിപ്പോഴെത്തും. അല്ല, നിന്റെ ആ SP കഴിവരുടെ മോൻ എങ്ങോട്ടാ മുങ്ങിയത്? ദിവസാറ് പുലർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് പോയതല്ലേ. തൽക്കാലം താനായാലും മതിയോടോ. ഇങ്ങോട്ട് പോരെ വേഗം, വിശേഷമുണ്ട്. ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി ഹരിപ്രസാദ്. തമ്പി ചോദിച്ചു, എന്താടോ? ഒരു പെണ്ണിവിടെ വന്നിട്ടുണ്ട് മുതലാളി, ശ്രീധരനെതിരെയുള്ള ഒരു പരാതിയും കൊണ്ട്. തമ്പിയുടെ മുഖം ഇരുണ്ടു. ശബ്ദം കനത്തു. പെണ്ണോ? എന്താടാ അവളുടെ പേര്? അഞ്ജന. ഓർമ്മയുടെ ചോര പുരണ്ട ഇടുകളിൽ പൊടുന്നരെ ഒരു ഫ്ലാഷ് മിന്നി. അവിടെ ഒരക്ഷര തെറ്റുപോലെ അഞ്ജനയും സത്യനും. ശ്രീധരൻ നൽകിയ ചെറിയൊരു കാരുണ്യം. തമ്പി ചോദിച്ചു, എന്താടോ അവളുടെ പരാതി? ഒരുപാടുണ്ട് മുതലാളി. കുടിയൊഴിപ്പിക്കൽ, ഭവനവേതനം, മാനഭംഗം, ആക്രമണം, പീഡനം. അറിയാമല്ലോ. അവളിത് മൂവ് ചെയ്താൽ പിന്നെ പുറം ലോകം കാണില്ല ശ്രീധരൻ. തമ്പി ഗർജിച്ചു. കണ്ട ഉടനെ തല്ലിക്കൊല്ലായിരുന്നല്ലോടോ തനിക്ക് അവളെ. എന്നിട്ട് ഏതെങ്കിലും വെന്റിലേറ്ററിൽ കെട്ടിത്തൂക്കിയിട്ട് തൂങ്ങിച്ചത്തു എന്ന് പറയായിരുന്നില്ലേ? അതിനു പകരം ജീവനോടെ കാത്തുവെച്ച് താൻ എന്നോട് വിലപേശുകയാണല്ലോ. ഹരിപ്രസാദിന്റെ ശബ്ദം താണു. വിലപേശിയതല്ല മുതലാളി, യാദൃശ്യമായി കിട്ടിയതാ എനിക്ക് അവളെ. പരാതി SP-ക്കുള്ളതായിരുന്നു. ഞാനത് വാങ്ങി വെറുതെ വായിച്ചു നോക്കിയതാ. അപ്പോഴാ മനസ്സിലായത് അതൊരു ടൈം ബോംബാണെന്ന്. സാരമില്ല മുതലാളി, പേടിക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഒരു കാര്യം, അവള് ചത്തുപോയാൽ എന്റെ ജോലി പോരുത്. മാധവൻ തമ്പി നീട്ടിമൂളി. ലൈൻ കട്ട് ചെയ്ത് ഹരിപ്രസാദ് അഞ്ജനയുടെ അടുത്തേക്ക് ചെന്നു. ശബ്ദം മയപ്പെടുത്തി അയാൾ വിളിച്ചു, വാ. അഞ്ജന ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ഹരിപ്രസാദ് ജീപ്പിനടുത്തേക്ക് നീങ്ങി. അഞ്ജന തിരിഞ്ഞ് അയാളെ നോക്കി. ഹരിപ്രസാദ് പറഞ്ഞു, SP TB-യിലുണ്ടെന്ന് ഫോൺ വന്നു, അവിടെ പോയി കാണാം നമുക്ക്. അഞ്ജന പറഞ്ഞു, എനിക്ക് ഇവിടെ വെച്ച് കണ്ടാ മതി. ഹരിപ്രസാദിന്റെ മുഖം ചുവന്നു. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്ക്. അപ്പോ അഞ്ജനയ്ക്ക് അപകടം മടുത്തു. കൂസലില്ലാതെ അവൾ പറഞ്ഞു, TB-യിലേക്ക് ഞാനില്ല. ഹരിപ്രസാദ് ഗർജിച്ചു, കേറടി ജീപ്പിൽ. അഞ്ജന ഈറ്റപ്പുലിയെ പോലെ അയാളെ നോക്കി. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഹരിപ്രസാദ് കൈ ചുരുട്ടി മുന്നോട്ടെടുത്തു. കളിക്കുന്നോ കള്ള കഴിവേറുടെ മോള്? മര്യാദയ്ക്ക് കേറിക്കോ, അല്ലെങ്കിൽ വാരിക്കൂട്ടി ജീപ്പിലെടുത്തിട്ട് ഞാൻ. അഞ്ജനയ്ക്ക് പേടി തോന്നിയതേയില്ല. മയമില്ലാത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു, തൊട്ടുപോവര് തന്നെ. ഹരിപ്രസാദിന്റെ തടിച്ച കൈത്തലം അഞ്ജനയുടെ കവിളത്ത് ആഞ്ഞു വീണു. ഓർക്കാപ്പുറത്ത് അടി കിട്ടിയപ്പോൾ അവൾ താഴെ വീണുപോയി. ഹരിപ്രസാദ് മുടിക്കുത്തിൽ ചുറ്റിപ്പിടിച്ച അഞ്ജനയെ ജീപ്പിനടുത്തേക്ക് വലിച്ചയച്ചു.
ആ സമയത്താണ് ജീപ്പിന് മുന്നിൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള വാഗണർ വന്നു നിന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വെളുത്ത് സുമുഖനായ ഒരു യുവാവ് ഇറങ്ങി. നീല നിറത്തിലുള്ള ജീൻസും തൂവെള്ള സ്ലാക്ക് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. നീളം കുറച്ച് വെട്ടിയ മുടി ഭംഗിയായി ചീകി ഒതുക്കി വെച്ചിരുന്നു. 35 വയസ്സ് തോന്നും. അയാൾ ഹരിപ്രസാദിന്റെ തൊട്ടടുത്തെത്തി ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു, "അരുത്!" ഒരു പുളിച്ച തെറിയാണ് മറുപടിയായി കിട്ടിയത്. എന്നിട്ടും അയാൾ പിന്തിരിഞ്ഞില്ല. ശബ്ദത്തിലെ ദൃഢതയും കുറഞ്ഞില്ല. "അബലയായ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ പോലീസുകാർ പെരുമാറേണ്ടത്? വിടൂ അവളെ, പ്ലീസ്." അഞ്ജനയെ വിട്ട് ഹരിപ്രസാദ് യുവാവിന്റെ നേരെ തിരിഞ്ഞു. ഗർജിക്കുന്നത് പോലെ അയാൾ പറഞ്ഞു, "ഓഹോ, പോലീസുകാരെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ വന്നതാണോ സാറ്? എന്നാൽ അത് പഠിച്ചിട്ട് തന്നെ കാര്യം." യുവാവ് ഹരിപ്രസാദിന്റെ കണ്ണുകൾ ഊന്നിക്കൊണ്ട് പറഞ്ഞു, "യു ആർ റൈറ്റ് മിസ്റ്റർ ഹരിപ്രസാദ്. ഇവിടെ എനിക്ക് ആ ജോലി കൂടി ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇനി മുതൽ ഞാനാണ് ഇവിടുത്തെ SP." ഹരിപ്രസാദ് നടുങ്ങി തെറിച്ചുപോയി. അയാളുടെ വായിൽ ഉമിനീർ വറ്റി. സല്യൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും കൈ അനങ്ങിയില്ല. യുവാവ് തുടർന്നു, "അല്പം മുമ്പ് എന്നെ ഒരു പുളിച്ച തെറി വിളിച്ചല്ലോ നിങ്ങള്. സാരമില്ല, പേരറിയാഞ്ഞിട്ടല്ലേ. എന്റെ പേര് അർജുൻ. ഇനി അങ്ങനെയേ വിളിക്കാവൂ." ഹരിപ്രസാദ് അനങ്ങില്ല. അർജുൻ ചിരിച്ചുകൊണ്ട് അയാളുടെ പുറത്തു തട്ടി. "ഇവിടെ നടന്നതൊക്കെ തൽക്കാലം നമുക്ക് രണ്ടുപേർക്കും മറക്കാം ഹരി. ആട്ടെ, എന്തായിരുന്നു ഉള്ള പേരുള്ള കംപ്ലൈന്റ്?" അഞ്ജന തന്റെ അടുത്തോടെ മുന്നോട്ട് വന്നു. "ഞാനൊരു പരാതിയുമായിട്ട് വന്നതാണ് സർ." "എന്നിട്ട്?" ഇയാൾ എന്നെ ബലമായി TBയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു." കത്തുന്ന ഒരു നോട്ടം പറന്നു ചെന്ന് ഹരിപ്രസാദിനെ പൊള്ളിച്ചു. അർജുൻ തിരക്കി, "എന്താ പരാതി?" "അത് ഇയാളുടെ കയ്യിലുണ്ട്." അർജുൻ ഹരിപ്രസാദിന്റെ നേരെ കൈനീട്ടി. വിറയ്ക്കുന്ന കൈകൊണ്ടാണ് ഹരിപ്രസാദ് പരാതി എഴുതിയ കടലാസ് പാൻസിന്റെ പോക്കറ്റിൽ നിന്നെടുത്തത്. അർജുൻ അത് പിടിച്ചു വാങ്ങി. എഴുതിയിരുന്നത് മുഴുവൻ വായിച്ചിട്ടാണ് അയാൾ മുഖമുയർത്തിയത്. "നീയാണ് അഞ്ജന അല്ലേ?" അഞ്ജന മൂളി. "ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമാണോ?" "അതെ." "കോടതിയിലെത്തുമ്പോ ഈ മൊഴി മാറ്റി പറയില്ലല്ലോ? ഇപ്പോ അതൊരു ഫാഷനാ, അതുകൊണ്ടാ ചോദിക്കുന്നത്." "ഇല്ല." "എന്താ അതിനൊരു ഉറപ്പ്?" "ഇനി അവൻ മറ്റൊരു പെണ്ണിനെ നശിപ്പിക്കരുത്. അത് എന്റെ നാട്ടിലുള്ള ഓരോ പെണ്ണിന്റെയും പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണം സർ." അർജുൻ ഹരിപ്രസാദിന്റെ അടുത്തേക്ക് നീങ്ങി. അയാളുടെ തോളിൽ കൈവച്ചു. സർപ്പദംശനമേറ്റതുപോലെ ഹരിപ്രസാദ് പൊളഞ്ഞു. അർജുൻ പറഞ്ഞു, "ഈ കുപ്പായമിട്ടാൽ ഇതിനുള്ളിൽ മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന ഒരു ഓഫീസർ ഉണ്ടാവണം. അങ്ങനെയാവാൻ കഴിയണില്ലെങ്കിൽ ഇത് ഊരി വെക്കണം. മിസ്റ്റർ ഹരിപ്രസാദ്, നിങ്ങളുടെ പാസ്റ്റ് എനിക്ക് അറിയണമെന്നില്ല. പക്ഷേ പ്രസന്റ് അത് ക്ലീൻ ആയിരിക്കണം. ഡു യു ഫോളോ മീ?" ഹരിപ്രസാദിന്റെ ശബ്ദം വിറച്ചു. "സർ." അർജുൻ തുടർന്നു, "ഇവിടുത്തെ SPക്ക് ആദ്യമായിട്ട് കിട്ടിയ പരാതിയാണ്. ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ." "സർ." "എന്നാ പറയൂ, ഇപ്പോ എവിടെയുണ്ട് ശ്രീധരൻ?" "കൂട്ടിലെ നായ്ക്കൾക്ക് ഇറച്ചി കൊടുക്കുകയായിരുന്നു മാധവൻ തമ്പി." വീണ്ടും സെൽഫോൺ ശബ്ദിച്ചു. വിളിക്കുന്നത് ഡോക്ടർ ബാബു ചെറിയാനാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഫോൺ എടുത്ത് തമ്പി ചോദിച്ചു, "എന്തായടോ, ജീവനോടെ കിട്ടുമോ അവളെ?" ചെറിയാൻ പറഞ്ഞു, "പറയാറായിട്ടില്ല. ഇപ്പോഴും ഒബ്സർവേഷനിലാ. ഹാർട്ടിന്റെ ഫങ്ഷൻ പങ്ക്ച്വൽ അല്ല. പൾസ് ആണെങ്കിൽ." തമ്പിയുടെ സ്വരം കനത്തു. "ഊർമിള മരിക്കില്ല എന്ന് പറയാനല്ലാതെ ഇനി താൻ ഇങ്ങോട്ട് വിളിക്കരുത്." പുറത്ത് ഒരു കാറിന്റെ ശബ്ദം കേട്ടു. തമ്പി അങ്ങോട്ട് നോക്കി. തിരുവനന്തപുരത്തേക്ക് പോയ ഓൾട്ടോ കാർ. നായ്ക്കളുടെ കൂടടച്ച് അയാൾ പോർച്ചിന് നേരെ നടന്നു. ഗേറ്റ് തുറന്നിരുന്നു. കാർ പോർച്ചിലേക്ക് ഒഴുകി വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സക്കറി ഇറങ്ങി. പിന്നാലെ ശ്രീധരൻ. തമ്പിയുടെ മനസ്സ് കുളിർത്തു. ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരാഹ്ലാദം നുരഞ്ഞു പൊന്തി. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വലങ്കയാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. തമ്പിയും ശ്രീധരനും ചേർന്ന് ഇനി ഇവിടെ ഒരു അതിരാത്ര നടത്തും. ഓർക്കാപ്പുറത്താണ് ഒരു പോലീസ് ജീപ്പ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. ചക്രങ്ങൾ പോർച്ചിലെ പരുക്കൻ ഫ്ലോറിൽ ഉരഞ്ഞു മുരണ്ടു. ജീപ്പിൽ വന്നത് DYSP ഹരിപ്രസാദ് ആയിരുന്നു. അയാളുടെ വിളറിയ മുഖം കണ്ടപ്പോൾ അഞ്ജന ജീവനോടെ തന്നെയുണ്ടെന്ന് മാധവൻ തമ്പിക്ക് മനസ്സിലായി. ആ നിമിഷം അയാൾ തീരുമാനിച്ചു, ഹരിപ്രസാദിന് പറയാനുള്ളത് തൽക്കാലം ശ്രീധരൻ കേൾക്കണ്ട. തമ്പി വിടർന്ന ചിരിയോടെ ശ്രീധരന്റെ തോളിൽ കൈവച്ചു. 8 വർഷത്തെ ചീത്ത ഓർമ്മകളില്ലടോ ഇപ്പൊ നിന്റെ മനസ്സില്. പോയി കുളിച്ച് ഫ്രഷ് ആവ്. 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് നിന്നെ വേണം. പഴയ എന്റെ ശ്രീധരനായിട്ട് ഒരുപാട് പറയാനുണ്ട്, ചെയ്യാനും." ശ്രീധരൻ പോയി കഴിഞ്ഞിട്ടും
എവിടെ തുടങ്ങണമെന്നറിയാതെ പതറി നിൽക്കുകയായിരുന്നു ഹരിപ്രസാദ്. തമ്പി ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്താടോ തന്റെ പ്രോബ്ലം? ഹരിപ്രസാദ് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. പുതിയ SP വന്നിട്ടുണ്ട്, അർജുൻ. അതിന്? അഞ്ജന എഴുതിയ പരാതി അയാൾ കണ്ടു. എന്നിട്ട്? ഹരിപ്രസാദ് നടന്നതൊക്കെ തുറന്നു പറഞ്ഞു. അതിനിടയിൽ അയാൾ ടവലെടുത്ത് പലവട്ടം മുഖത്തെ വിയർപ്പ് തുടച്ചു. എല്ലാം കേട്ടിട്ടും തമ്പിയുടെ മുഖം മാറിയില്ല. അപ്പോ അറക്കൽ തറവാട്ടിലെ ശവങ്ങളോ? അതുമെടുത്ത് ചുട്ടുനിന്നോ നിന്റെ ഈ പുതിയ SP? സ്പോട്ട് ക്ലിയർ ചെയ്യാൻ CI രഘുവും സംഘവും പോയിട്ടുണ്ട്. അവർ ബോഡി GH-ലെത്തിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉത്തരവാദിപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കും. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു അപ്പോൾ തമ്പിയുടെ മുഖത്ത്. കൂർത്ത സ്വരത്തിൽ അയാൾ ചോദിച്ചു, താനിപ്പോ വന്നത് ശ്രീധരനെ അറസ്റ്റ് ചെയ്യാനാണല്ലേ? ദൈന്യതയോടെ തമ്പിയെ നോക്കിയതല്ലാതെ ഹരിപ്രസാദ് മിണ്ടിയില്ല. ആ മൗനം തനിക്കുള്ള ഉത്തരമാണെന്ന് അറിഞ്ഞപ്പോൾ തമ്പി പൊട്ടിത്തെറിച്ചു. കയ്യിൽ വിലങ്ങുമായി കാക്കിയിട്ട ഒരു പോലീസ് പട്ടി ഈ ബംഗ്ലാവിൽ കാലുകുത്തിയാൽ പിന്നെ ആംബുലൻസ് മയക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലടാ തനിക്ക്? ഹരിപ്രസാദ് ഉമിത്തിയിൽ പെട്ടതുപോലെ ഉരുകി. ഇനി അറിഞ്ഞിട്ടുണ്ടാവില്ല നിന്റെ അർജുൻ ഞാൻ ആരാണെന്ന്. കേട്ടിട്ടുണ്ടാവില്ല ഇവിടുത്തെ ഓരോ മണൽത്തരിയും പറഞ്ഞു നടക്കുന്ന കഥകള്. 8 വർഷം തപസ്സിരുന്നിട്ട് കിട്ടിയതാ എനിക്ക് എന്റെ ശ്രീധരനെ. അവനെ വേണോന്നും പറഞ്ഞ് അർജുൻ തന്നെ നേരിട്ട് വന്നാലും കാക്കിക്കുള്ളിലിട്ട് പച്ച ജീവനോടെ കത്തിക്കും ഞാൻ. അതാ ഈ തമ്പിയുടെ സ്റ്റൈലെന്ന് മറക്കാതെ പഠിപ്പിച്ചു കൊടുക്കവന്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഹരിപ്രസാദ് പോയി. പിന്നിൽ നിന്നിരുന്ന സക്കറിയെ നോക്കി തമ്പി ചോദിച്ചു, എത്രയാണോ പണിക്കരുടെ സെൽ നമ്പർ? ഗോവിന്ദ പണിക്കർ, മന്ത്രിസഭയിൽ 8 MLA-മാരുള്ള പീപ്പിൾസ് യൂണിയന്റെ ലീഡർ. തുറന്ന പുസ്തകം പോലെ ഒരു ജീവിതം. അപവാദങ്ങളുടെ ശരശയിൽ കിടന്നാണ് ഭരണം പോലും. 60 വയസ്സുണ്ടെങ്കിലും അവിവാഹിതനാണ്. ഖദറിന്റെ പിൻഗാമിയായിട്ടാണെങ്കിലും ഖദറിടില്ല. 1-ാം തരം പോളിസ്റ്റർ മുണ്ടും പളപള മിന്നുന്ന വെളുത്ത ഫുൾ കൈ ഷർട്ടുമേ എപ്പോഴും ധരിക്കൂ. ട്രേഡ് മാർക്ക് പോലെ ചുണ്ടിൽ തിളങ്ങുന്ന ഒരു ചിരി ഉണ്ടാവും. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയാണ് പണിക്കർ. ഫ്ലവർ ഹൗസിലെ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് ആരും അറിയാതെ ഒരു പെഗ് അകത്താക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. അങ്ങേ തലയ്ക്കൽ മാധവൻ തമ്പിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് പണിക്കർ ഫോൺ എടുത്തത്. ഉപചാര വാക്കുകളൊന്നും കേട്ടില്ല. പകരം ഒരു സിംഹഗർജനം. വോട്ട് കിട്ടാൻ എന്റെ പണം, ചൂട് പകരാൻ ഞാൻ ഒരുക്കി തരണം മണിയറ, ശത്രുക്കളെ ചെവി അറിയാതെ കൊല്ലാൻ എന്റെ ആളുകൾ. എന്താടോ അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചു തുടങ്ങിയോ തനിക്ക്? അത്ഭുതത്തോടെയാണ് പണിക്കർ ചോദിച്ചത്. എന്താ തമ്പി താൻ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കണത്? വളച്ചു കെട്ടാതെ കാര്യം പറയും. തമ്പിയുടെ ശബ്ദത്തിന് കനം കൂടി. രാമായണം രവിശങ്കറിനെ കെട്ടുകെട്ടിച്ചില്ലേ താൻ? പകരം പുതിയ ഒരാളെ ഇങ്ങോട്ട് കഴിവേറ്റിയില്ലേ? എന്താടോ പണിക്കരെ, തമ്പിയെ അഴിയണിക്കാൻ തിടുക്കമായോ തനിക്ക്? അധികം സന്തോഷിക്കണ്ട. ബംഗ്ലാവിന്റെ പിന്നിലെ തോട്ടത്തില് എപ്പം ആദ്യം നോക്കിയാലും കുറെ എല്ലും പല്ലും ധാവണിത്തൊണ്ടും കമ്മീസും ഒക്കെ കിട്ടീന്ന് വരും. ജീവനോടെ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച പെങ്കുച്ചുങ്ങളുടെ അവശിഷ്ടങ്ങളാ. ഒക്കെ ചാക്ക് കെട്ടി ഫോറൻസിക് ലാബിൽ എത്തിക്കും ഞാൻ. എവിടെ പോയാലും തന്നെ കൊണ്ടേ ഞാൻ പോകു പണിക്കരെ. പണിക്കർ പേടിയോടെ പറഞ്ഞു. ഫോണിൽ കൂടെ വേണ്ടാതിനെ വിളിച്ചു പറയാതിടൂ. താൻ പറഞ്ഞപ്പോഴാ രവിശങ്കറെ മാറ്റിയെന്ന് പോലും ഞാൻ അറിയണത്. ഒക്കെ ആ പിഷാരടി പണിയാ. ഏകാധിപതി പോലെയാ ഇപ്പോഴയാള്. ഒരു കാര്യം ആരോടും ചോദിക്കില്ല. ഞാൻ അന്വേഷിക്കാൻ തമ്പി. തമ്പി ഗർജിച്ചു. വെറുതെ അന്വേഷിച്ച പോരാ, SP ആയിട്ട് ആ രവിശങ്കറെ തന്നെ എനിക്കിവിടെ വേണം. ഇക്കാര്യം പറഞ്ഞ് ഇനി ഞാൻ വിളിക്കില്ല. ലൈൻ കട്ടായി. AC ഉണ്ടായിരുന്നിട്ടും പണിക്കർ വിയർത്തു കുളിച്ചു. 1-2 പെഗ് കൂടി അകത്താക്കിയിട്ട് അയാൾ എഴുന്നേറ്റു. മുഖ്യമന്ത്രി രാഘവ പിഷാരയുടെ നീലോൽപലമായിരുന്നു ലക്ഷ്യം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജീവാത്മാവാണ് പിഷാരടി. ഖദറെ ധരിക്കൂ. തോളിൽ എപ്പോഴും ഒരു ഷാളുണ്ടാവും. ഹൈക്കമാൻഡിന് പ്രിയങ്കരൻ. 70 വയസ്സുണ്ടെങ്കിലും ചോരത്തിളപ്പുള്ള ശരീരം. ഭാര്യ വിലാസിനി. മക്കളില്ല. സ്വീകരണ മുറിയിൽ നിന്ന് ഫയലുകൾ നോക്കുമ്പോഴാണ് അലോസരപ്പെടുത്തുമാറ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്ത് ഗോവിന്ദ പണിക്കർ കണ്ടപ്പോൾ പിഷാരടി അർത്ഥം വച്ച് ചിരിച്ചു. പണിക്കർ ചോദിച്ചു, സാർ എന്തിനാ ആരോടും ചോദിക്കാതെ ആലുവയിലെ റൂറൽ SP രവിശങ്കറെ മാറ്റിയത്? പിഷാരടി പണിക്കരെയും കൊണ്ട് പ്രൈവറ്റ് റൂമിലേക്ക് പോയി. ടീപ്പോയിലിരുന്ന മുറുക്കാൻ ചെല്ലമെടുത്ത് തുറന്ന് പിഷാരടി ചോദിച്ചു, അതുകൊണ്ട് തനിക്കെന്താ പണിക്കരെ കുഴപ്പം? മാധവൻ തമ്പി
ഫോണിലൂടെ പറഞ്ഞതെല്ലാം പണിക്കർ പിഷാരടിയോട് പറഞ്ഞു. മുറുക്കാൻ ചവച്ചുകൊണ്ട് പിഷാരടി ചിരിച്ചു. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? പണിക്കർ പേടിയോടെ പറഞ്ഞു. പക്ഷെ സാർ, ആ തമ്പി. പിഷാരടി വായിലെ മുറുക്കാൻ കോളാമ്പിയിലേക്ക് തുപ്പി. എടോ പണിക്കരെ, ഈ മന്ത്രിസഭയ്ക്ക് ഇനി ആകെയുള്ള ആയുസ് 1 വർഷത്തിൽ താഴെയാ. സത്യമായിട്ട് പറഞ്ഞ ആകെ നാറി നിൽക്കുക നമ്മുടെ ഭരണം. കുറെ നാറ്റിച്ചത് താനാ. ചന്ദനം കെട്ടുന്നത് സഹിക്കാം, പക്ഷേ മറ്റേ കേസോ? കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്ന് കരുതി ഇങ്ങനെയുണ്ടോ ഒരാക്രാന്തം? താൻ അടുത്ത് വരുമ്പോ ഇപ്പോഴും ഉണ്ടോ ഒരു വെടക്ക് മണം. താൻ കാരണം ഈ നാട്ടിൽ ആർക്കും പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയാൻ വയ്യാണ്ടായി. ഇത്രയൊക്കെ ആയിട്ടും ഒന്നും പഠിച്ചില്ലല്ലോ താൻ. 4 വർഷം നാട് മുടിച്ച് സൂഹിച്ചതല്ലോടോ. ഇനി ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്. ഞാൻ ഈ ചക്കട വണ്ടി ഓടുന്ന നിലയിലൊന്ന് ആക്കിയെടുത്തോട്ടെ. പണിക്കർ വീണ്ടും പറഞ്ഞു. സാർ, ആ തമ്പി. പിഷാരടിക്ക് ദേഷ്യം വന്നു. തമ്പി തുമ്പി, അവൻ ആരോടോ തന്റെ? പോകാൻ പറ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. പകൽ വെളിച്ചത്തില് തന്നെ കണ്ട കാല് തല്ലിയൊടിക്കാൻ കാത്തിരിക്കുക റവല്യൂഷണറി പാർട്ടിയുടെ പിള്ളേര്. എല്ലാത്തിനും കാരണം മാധവൻ തമ്പിയുമായുള്ള ചങ്ങാത്തമാണെന്ന് ഇനിയും തനിക്ക് പറഞ്ഞു തരണോ ഞാൻ? ആലുവ ടൗണിന്റെ മുഖമൊന്ന് മിനുക്കണം. അതിന് പൗഡർ തേച്ച പോരാ പണിക്കരെ, 1-ാം തരം സർജറി തന്നെ വേണം. അതിനാ ഞാൻ അർജുനെ അങ്ങോട്ട് അയച്ചത്. പണിക്കർ എഴുന്നേറ്റു. പിഷാരടി കോളാമ്പിയിലേക്ക് മുറുക്കാൻ തുപ്പി. ആ തുപ്പൽ മുഖത്ത് വന്ന് വീണതുപോലെ പണിക്കർ ടവലെടുത്ത് മുഖം തുടച്ചു. അപ്പോൾ അഞ്ജനയുടെ വീടിന് മുന്നിൽ ഒരു ഓൾട്ടോ കാർ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സക്രി ഇറങ്ങി. പിന്നാലെ യൂസഫ് അലിയും. അഞ്ജനയും സത്യനും വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. യൂസഫ് അലി കാറിൽ നിന്നൊരു ബ്രീഫ് കേസ് എടുത്തു. അഞ്ജന വെറുപ്പോടെയാണ് രണ്ടുപേരെയും നോക്കിയത്. സക്രിയ പറഞ്ഞു. ശ്രീധരൻ കയറി നിറങ്ങിയിട്ടും ഇപ്പോഴുമുണ്ട് ആകെ ഒരു മിനുമിനുപ്പ്. അഞ്ജന പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം. സംസാരിക്കാമല്ലോ. അന്ന് ശ്രീധരൻ മാത്രമേ നിന്നെ പീഡിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് പരാതിയിൽ ഒരു പേരെ നീ എഴുതിയുള്ളൂ. ഇനി കഥ മാറും. ഒരുപാട് പേരുടെ പേര് എഴുതേണ്ടി വരും പരാതിയിൽ. യൂസഫ് അലി കയ്യിലിരുന്ന ബ്രീഫ് കേസ് ഉയർത്തിക്കാട്ടി. ഇതില് 1,00,000 രൂപയുണ്ട്. മുഴുവൻ നിനക്കുള്ളതാ. SP കണ്ട് നീ കൊടുത്ത പരാതി തിരിച്ചു വാങ്ങണം. അഞ്ജന പറഞ്ഞു. ഈ പണം ശ്രീധരന്റെ ശവമടക്കിന് കരുതി വെച്ചേക്ക്. 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ പരാതി പിൻവലിക്കില്ല. സക്കറിയ ഗർജിച്ചു. എന്നാ ഇനി നിന്റെ വിധി തമ്പി മുതലാളി നിശ്ചയിക്കും. അപ്പോൾ അർജുന്റെ മുന്നിൽ വിളറിയ മുഖവുമായി DYSP ഹരിപ്രസാദ് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ നോക്കി പരിഹാസത്തോടെ അർജുൻ ചോദിച്ചു. മന്ത്രിമാരുടെ കാല് നക്കിയും തമ്പിയെ പോലുള്ളവരുടെ അടിവസ്ത്രം നനച്ചു കൊടുത്തുമാണോ പ്രസാദെ താൻ ഈ കാക്കി കുപ്പായം നേടിയത്? ഹരിപ്രസാദ് മിണ്ടിയില്ല. തന്നെ പോലുള്ളവര് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ടാടോ പോലീസും ക്രിമിനലുകളും ഒരുപോലെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു നടക്കുന്നത്. അപ്പോഴും ഹരിപ്രസാദ് മിണ്ടിയില്ല. അർജുൻ പറഞ്ഞു. ഗുണ്ടകൾ ഭരിക്കണ ഒരു ഗ്രാമം. അത് ഡൽഹിയിലോ ബീഹാറിലോ ഒന്നുമല്ല, ഇവിടെ ഈ ടൗണിൽ. ആ ഗ്രാമത്തിൽ ഒരു രാജാവ് വിളിച്ച വിളിപ്പുറത്തൊരു മന്ത്രി, മാധവൻ തമ്പി ശ്രീധരനും. അവർക്ക് വിടുപണി ചെയ്യാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒരാൾ. വെറും ആളല്ല, DYSP തന്നെ. അയാൾക്കാണെങ്കിൽ ഗുണ്ടകളെ കണ്ട മുട്ടുകൂട്ടിയിടിക്കും. ഇതൊക്കെ സിനിമയിലാണെങ്കിൽ കണ്ടു രസിക്കാം പ്രസാദെ. കഥകളിലും ചുമ്മാതെ അങ്ങ് എഴുതി വെക്കാം. ഹരിപ്രസാദിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കനത്ത ശബ്ദത്തിൽ അയാൾ കൂട്ടിച്ചേർത്തു. ഈ ഗുണ്ടാരാജ് ഇനി അനുവദിക്കാൻ പറ്റില്ല. നീതി നടപ്പാക്കാൻ പോലീസിന് മാധവൻ തമ്പിയുടെ സമ്മതം ആവശ്യമില്ല. അത് തെളിയിക്കാൻ തനിക്ക് ഒരവസരം കൂടി തരാൻ ഞാൻ. ഹരിപ്രസാദ് പേടിയോടെ തലയാട്ടി. അർജുൻ തുടർന്നു. ദാമു ആശാന്റെ ഭാര്യയുടെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചയിലുണ്ട്. അത് ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ തയ്യാറായി പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. താനാണ് ബോഡിയോടൊപ്പം അറക്കൽ തറവാട്ടിലേക്ക് പോകേണ്ടത്. കവിളടച്ച് ഒരടി കിട്ടിയതുപോലെ ഹരിപ്രസാദ് നടുങ്ങി. അയാളുടെ കണ്ണുകളിൽ ഇരുട്ടായി. ആ ഭാവമാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അർജുൻ പറഞ്ഞു. കണ്ടുനിന്ന സത്യം കോടതിയിൽ പറഞ്ഞതിനാ ആ സാധു മനുഷ്യനും ഭാര്യയ്ക്കും ഈ ഗതി വന്നത്. ബോഡി മാന്യമായി സംസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ആ നാട്ടിൽ ആരും പോലീസുമായി ഒരു കാര്യത്തിലും സഹകരിക്കില്ല. എന്തു തന്നെ സംഭവിച്ചാലും ശവശരീരങ്ങൾ ശ്രീധരന് വിട്ടുകൊടുക്കരുത്. ചെന്ന് സിൻസിയറായ ഒരു ഓഫീസറാണ് താനെന്ന് ആ 3rd റേറ്റ് ക്രിമിനലിന് പറഞ്ഞു കൊടുക്ക.
ആലില പോലെ വിറച്ചുകൊണ്ടാണ് ഹരിപ്രസാദ് ജീപ്പിൽ ആംബുലൻസിനെ പിന്തുടർന്നത്. അയാളോടൊപ്പം 4-5 പോലീസുകാരും ഉണ്ടായിരുന്നു. ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് മാത്രമാണ് ആ യാത്രയിലുടനീളം ഹരിപ്രസാദ് ചിന്തിച്ചത്. അറക്കൽ തറവാടിന് മുന്നിലെത്തി ആംബുലൻസ് നിന്നു. കുഞ്ചുണ്ണി നായരും അച്യുതൻകുട്ടിയും അരവിന്ദാക്ഷനും ചേർന്നാണ് ശവശരീരങ്ങൾ ഏറ്റുവാങ്ങിയത്. തെക്ക് വശത്ത് അടുത്തടുത്തായി 2 ചിതയൊരുക്കി വച്ചിരുന്നു. ശവസംസ്കാരത്തിന് സാക്ഷിയാവാൻ അധികം ആരും ഉണ്ടായിരുന്നില്ല. ജീപ്പിൽ നിന്നിറങ്ങി ഹരിപ്രസാദ് ചിതകൾക്കരികിലെത്തി. പോലീസുകാർ പടിക്കൽ തന്നെ നിന്നതേയുള്ളൂ. നിലത്തിറക്കി കിടത്തിയിരുന്ന ശവശരീരങ്ങളിലേക്ക് ദൈന്യതയോടെ നോക്കി കുഞ്ചുണ്ണി നായർ പറഞ്ഞു, നൂൽബന്ധമില്ലാണ്ട് അങ്ങേ ലോകത്തേക്ക് പറഞ്ഞയക്കണമെന്ന ശാസ്ത്രം. പിന്നെ വായ്ക്കരിയിട്ട്. ഹരിപ്രസാദ് പടിക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കഥ പറഞ്ഞു നിൽക്കാണ്ട് വേഗം എടുത്ത് ചിതയിൽ വെക്കടോ രണ്ടിനെ, അല്ലെങ്കിൽ ശ്രീധരൻ വന്ന് വേറെ 4-5 ചിത കൂടി ഉണ്ടാക്കും. അരവിന്ദാക്ഷന്റെ ശബ്ദമിടറി. ഒക്കെ കാണുണ്ടാവും രണ്ടുപേരുടെയും ആത്മാക്കള്. നമ്മളോട് ക്ഷമിക്കാണ്ടിരിക്കില്ല. ഇത്രയും സാധിച്ചുല്ലോ, അത് തന്നെ വലിയ കാര്യം. ഹരിപ്രസാദ് പേടി കൊണ്ടും ദേഷ്യം കൊണ്ടും ഒരുപോലെ വിറച്ചു. പിന്നെയും കഥ, ഒരാത്മാവും കൊടച്ചക്രവും. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീധരനെ. ഇങ്ങനെ ഒരു സീനും കണ്ടോണ്ട് അവൻ എങ്ങാൻ വന്ന ഒരു പോസ്റ്റ്മോർട്ടം കൂടി നടക്കും ഇവിടെ. ശവം മാത്രമല്ല, കാണുന്നതൊക്കെ വെട്ടിനുറുക്കും അവൻ. പെട്ടെന്ന് തന്നെ കുഞ്ചുണ്ണി നായരും അച്യുതൻകുട്ടിയും അരവിന്ദാക്ഷനും ചേർന്ന് 2 ശവശരീരങ്ങളും ചിതയിലെത്തിച്ചു. പലവട്ടം പടിക്കിലേക്ക് കണ്ണു വായിച്ചുകൊണ്ട് ഹരിപ്രസാദ് ധൃതി കൂട്ടി. വേഗം വേഗം കത്തിക്ക്. അരവിന്ദാക്ഷൻ തീക്കൊള്ളി കയ്യിലെടുത്തു. അയാൾ മനസ്സിൽ പറഞ്ഞു, ക്ഷമിക്കണം ആശാനെ, ഞങ്ങൾക്ക് ഇത്രയേ ചെയ്യാൻ പറ്റൂ. ഹരിപ്രസാദ് കൂട്ടിലിട്ട വെരുകിനെ പോലെ ചിതയ്ക്ക് ചുറ്റും നടന്നു. ഇടയ്ക്ക് അയാൾ പടിക്കിലേക്ക് നോക്കി, പിന്നെ പോലീസുകാരെ, ഒടുവിൽ തീക്കൊള്ളിയുമായി നിൽക്കുന്ന അരവിന്ദാക്ഷനെ. വേഗം തീ വെക്കടോ. അരവിന്ദാക്ഷൻ ചിതയുടെ നേരെ കുനിഞ്ഞു. ഓർക്കാപ്പുറത്താണ് ജീപ്പിന് പിന്നിലായി ഒരു ഓട്ടോ വന്നു നിന്നത്. എല്ലാ കണ്ണുകളും അങ്ങോട്ട് തിരിഞ്ഞു. ഒരിക്കലേ നോക്കാനായുള്ളൂ. പിന്നെ മുന്നിൽ ഇരുട്ടായി. ഓട്ടോയിൽ വന്നത് ശ്രീധരനായിരുന്നു. ദാമു ആശാനും ഭാര്യയും ജീവനോടെ ചിതയിൽ നിന്നിറങ്ങി വന്നാൽ പോലും ഹരിപ്രസാദ് ഇത്രയ്ക്കും പേടിക്കുമായിരുന്നില്ല. അയാൾക്ക് സ്ഥലകാലബോധം പോലും നഷ്ടപ്പെട്ടു. അരവിന്ദാക്ഷന്റെ കയ്യിൽ നിന്നും തീക്കൊള്ളി താഴെ വീണു. കുഞ്ചുണ്ണി നായരും അച്യുതൻകുട്ടിയും വിറയലോടെ പിന്നോട്ട് നീങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ ശ്രീധരൻ ചിതയുടെ അടുത്തേക്ക് നീങ്ങി. ഹരിപ്രസാദിന് അയാളോട് അരുതെന്ന് പറയാനായില്ല. ശ്രീധരൻ താഴെ കിടന്നിരുന്ന തീക്കൊള്ളി കയ്യിലെടുത്തു. സൂചി വീണാ പോലും കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു അപ്പോഴെവിടെ. 2 ചിതയിലേക്കും അയാൾ മാറി മാറി നോക്കി. പിന്നെ ഹരിപ്രസാദിനെ, കുഞ്ചുണ്ണി നായരെ, അച്യുതൻകുട്ടിയെ, ഒടുവിൽ വീണ്ടും ചിതയിലേക്ക്. ആരും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ശ്രീധരൻ ഓരോ ചിതയ്ക്കും തീ കൊളുത്തി. തീ ആളി പിടിച്ചപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ അരവിന്ദാക്ഷൻ ശ്രീധരന്റെ ഉള്ളിൽ മറ്റൊരു ചിത കണ്ടു. ജീവനുള്ള ഊർമിളയുടെ ചിത. ശ്രീധരൻ തിരിച്ചു പോയിട്ടും ഹരിപ്രസാദ് നടുക്കത്തിൽ നിന്നും ഉണർന്നില്ല. വിവരമറിഞ്ഞപ്പോൾ മാധവൻ തമ്പി പൊട്ടിച്ചിരിച്ചു. ഇപ്പോഴവൻ ശവങ്ങളെ കത്തിച്ചുള്ളൂ, ഇനി ജീവനോടെ ഒന്നിനെ കത്തിക്കും. കുനിഞ്ഞ മുഖവുമായി മടങ്ങി വന്ന ഹരിപ്രസാദിനെ പരിഹസിച്ചുള്ള ഒരു ചിരിയോടെയാണ് അർജുൻ സ്വീകരിച്ചത്. ആരെ പേടിച്ചാണോ ആ പാവം മനുഷ്യനും ഭാര്യയും വിഷം കഴിച്ചത്, അവൻ തന്നെ വന്ന് ചിതയ്ക്ക് തീ വെച്ചു. അതും പോലീസ് എസ്കോർട്ടോടെ. എ റോയൽ ഫ്യൂണറൽ. ഒരു സല്യൂട്ട് കൂടി കൊടുക്കാമായിരുന്നു അവന്. ഇപ്പൊ തന്നെ ഒരുപാട് ചീത്തപ്പേരുണ്ട് പോലീസിന്. അതിന്റെ കൂടെ പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയും കിട്ടി. എനിക്കൊരു കാര്യം ഉറപ്പായി മിസ്റ്റർ ഹരിപ്രസാദ്, നിങ്ങൾക്ക് ഈ കുപ്പായം ഒരിക്കലും ചേരില്ല. അത് ഊരി വെച്ച് പോലീസിന്റെ മാനം രക്ഷിക്ക. മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ഹരിപ്രസാദ്. എങ്കിലും അയാൾ മനസ്സിൽ പറഞ്ഞു, എന്നാ താൻ പോയി പോലീസിന്റെ മാനം കാക്കടോ. ബംഗ്ലാവിൽ ചെന്ന് ശ്രീധരന്റെ ഒരു രോമത്തിലെങ്കിലും ഒന്ന് തൊട്ടു കാണിക്ക്. ജീവനോടെ തിരിച്ചു വന്ന അപ്പ കാണാം നമുക്ക്. ഹരിപ്രസാദ് കരുതിയതുപോലെ അർജുൻ ഉടനെ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് പോയില്ല. പിറ്റേന്ന് പോകുമെന്ന് കരുതിയെങ്കിലും അതും ഉണ്ടായില്ല. പിന്നെയും കഴിഞ്ഞു 3 ദിവസങ്ങൾ. ഹരിപ്രസാദിന് ഉറപ്പായി തമ്പിയെയോ ശ്രീധരനെയോ തൊട്ടുപോകരുതെന്ന് ഇയാൾക്ക് മുകളിൽ നിന്നും വിളി വന്നിരിക്കുന്നു. ഹരിപ്രസാദിന്റെ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു ശനിയാഴ്ച വൈകുന്നേരം വാഗണർ മാധവൻ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് കുതിച്ചു പാഞ്ഞു. പോർച്ചിൽ കാർ നിർത്തി. അർജുൻ ഇറങ്ങി. നായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. മാധവൻ തമ്പി വാതിൽ തുറന്ന് പോർട്ടിക്കോയിലേക്ക് ഇറങ്ങി വന്നു. കനത്ത ചൂടുകൾ വെച്ച് കൂസലില്ലാതെ തന്റെ നേരെ നടന്നെടുക്കുന്ന കരുത്തനായ ചെറുപ്പക്കാരനോട്
ഹൃദ്യമായ ചിരിയോടെ അയാൾ പറഞ്ഞു. വരണം വരണം മിസ്റ്റർ അർജുൻ, ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ. എന്താ വൈകിയത്? ആരെങ്കിലും ഈ തമ്പിയെ പറ്റി വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞു തന്നോ നിങ്ങൾക്ക്? ഒന്നും വിശ്വസിക്കരുത്, ഒക്കെ അസൂയ കൊണ്ട് പറയുന്നതാ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കാം. സ്നേഹിച്ച ഹൃദയം പോലും പറിച്ച് ഞാൻ ആ കൈവെള്ളയിൽ വെച്ചു തരും. തമ്പി പറഞ്ഞു തീരട്ടെ എന്ന് കരുതി അർജുൻ കാത്തുനിന്നു. അയ്യോ, ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ മറന്നതാ. വേണ്ടപ്പെട്ടവർ വന്നാ ഞാൻ ഇങ്ങനെയാ, എല്ലാ ഫോർമാലിറ്റിയും മറക്കും. ആട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? ആദ്യമായിട്ട് വന്നതല്ലേ, ലിക്കർ തരാൻ പാടില്ലല്ലോ. ചൂടനാണെന്ന് ഹരിപ്രസാദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ തണുത്തത് എന്തെങ്കിലും എടുക്കാം. ഒരു നിമിഷം നിർത്തി എന്തോ ഓർത്തതുപോലെ അയാൾ ചോദിച്ചു. നല്ല പരിചയമുള്ള മുഖം. ഇതിനു മുമ്പ് നമ്മൾ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, അന്നുമുണ്ടായിരുന്നു ഈ കാക്കി. അർജുൻ പുഞ്ചിരിച്ചു. യു ആർ റൈറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലല്ല, പലവട്ടം. അടുത്തെങ്കുമല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ ASP ആയിരുന്നു മൂന്നാറിൽ. തമ്മിൽ കണ്ടിട്ടുള്ളത് മറയൂർ വെച്ച്. അന്ന് നിങ്ങൾക്ക് അവിടെ ഒരു ചന്ദന ഫാക്ടറി ഉണ്ടായിരുന്നു. ആരോ മായ്ച്ചു കളഞ്ഞതുപോലെ തമ്പിയുടെ ചുണ്ടിലെ ചിരി കെട്ടു. സംസാരവും പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. അർജുൻ പറഞ്ഞു. അതെ മിസ്റ്റർ തമ്പി, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. മറയൂരിലെ ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറായിരുന്ന ഭാസ്കര മേനോന്റെ മകനാണ് ഞാൻ. കവിളടിച്ച് ഒരടി കിട്ടിയതുപോലെ തമ്പി നടുങ്ങി. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ശത്രുവാണ് മുമ്പിൽ. ഉള്ളിലെ സംഘർഷം മറച്ചു വെച്ചുകൊണ്ട് തമ്പി ചോദിച്ചു. എന്താണ് വേണ്ടത്? ചോദിക്കുന്നത് എന്തും മടികൂടാതെ തരുന്നയാളല്ലേ. ചോദിക്കുന്നു. എനിക്ക് ശ്രീധരനെ വേണം. അർജുനൻ പോക്കറ്റിൽ നിന്ന് വിലങ്ങെടുത്ത് തമ്പിയുടെ നേരെ നീട്ടി. ഇത് അവന് കൊടുക്കാനുള്ള വീരശൃംഖലയാണ്. തമ്പി പുഞ്ചിരിച്ചു. ഐ ആം സോറി അർജുൻ, ഐ ആം സോറി അർജുൻ. DGP നേരിട്ട് പറഞ്ഞാലും ഞാൻ അവനെ വിട്ടുതരില്ല. മര്യാദയ്ക്ക് തിരിച്ചു പൊക്കോ. മുഖത്തിന് നേരെ വിലങ്ങ് നീട്ടിയിട്ടും ഞാൻ നിനക്ക് അങ്ങനെ ഒരു ഫേവർ തരുന്നു. കാക്കിയിട്ട ഒരു പോലീസ് പട്ടിക്ക് മാധവൻ തമ്പി ജീവിതത്തിൽ ആദ്യമായി നൽകുന്ന ഔദാര്യം. അർജുന്റെ മുഖം ചുവന്നു. ഒരു SP യെ പോലീസ് പട്ടി എന്ന് വിളിച്ചതിന് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കേണ്ടതാണ് നിങ്ങളെ. ചെയ്യുന്നില്ല. അത് എന്റെ ഔദാര്യം. ശ്രീധരനെ പുറത്തേക്ക് വിളിക്കുന്നു. അതോ ഞാൻ തന്നെ അകത്ത് കയറി പൊക്കണോ? മാധവൻ തമ്പിയുടെ മനസ്സ് പെട്ടെന്നൊരു ചതുരംഗ കളമായി. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയാൾക്ക് നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഗേറ്റിന് നേരെ നോക്കി മാധവൻ തമ്പി ഗർജിച്ചു. സക്കറിയ, നായ്ക്കളെ തുറന്നുവിട്. സക്കറിയ നായ്ക്കളുടെ കൂട് തുറന്നു. പല്ലിളിച്ച് നാവ് നൊട്ടിയണച്ച് ജർമ്മൻ ഷെപ്പേർഡുകൾ പോട്ടിക്കോയിലേക്ക് കുതിച്ചു വന്നു. അയാളെ തറച്ചു നോക്കി പൈശാചികമായ ചിരിയോടെ തമ്പി പറഞ്ഞു. അർജുൻ, നാട്ടിലെ നീതിയും നിയമവും ഒന്നും എന്റെ ഈ നായ്ക്കൾക്ക് അറിഞ്ഞുകൂടാ. ഒരു കോടതിക്കും ഇവറ്റകളെ ശിക്ഷിക്കാനും പറ്റില്ല. ഒരിക്കൽ കൂടി പറയാ, എന്റെ ശ്രീധരനെയും കൊണ്ട് ഒരിക്കലും ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല നിനക്ക്. തീരുമാനമെടുക്കാൻ അർജുന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ജീവനോടെ തിരിച്ചു ചെല്ലാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല ഞാൻ. ഡ്യൂട്ടിക്കിടയിൽ മരിച്ചു പോയാൽ അതും ഒരു റിവാർഡാണ് എനിക്ക്. അനുസരണയോടെ കാൽച്ചുവട്ടിൽ വാലാട്ടി നിന്നിരുന്ന നായ്ക്കളെ നോക്കി തമ്പി വിരൽ ഞൊടിച്ചു. അവ ഉറക്കിയൊന്നു മുരണ്ടു. അർജുനെ ചൂണ്ടിക്കാട്ടി തമ്പി പറഞ്ഞു. കിൽ ഹിം. അർജുന് ഒഴിഞ്ഞു മാറാൻ സമയം കിട്ടിയില്ല. നായ്ക്കൾ തിരിഞ്ഞതും മുന്നോട്ട് ചാടിയതും കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിലാണ്. അടിതെറ്റി അയാൾ ഫ്ലോറിലേക്ക് വീണു. അത് കണ്ട് തമ്പി ഉറക്കെ ചിരിച്ചു. അർജുന് എഴുന്നേൽക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് നായ്ക്കൾ അയാളെ കൂട്ടമായി ആക്രമിച്ചു. നീണ്ട നഖങ്ങൾ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. കൈക്കും കാലിനും കടിയേറ്റു. അർജുൻ കൈകൾ കൊണ്ട് മുഖം പൊത്തി ഫ്ലോറിലൂടെ ഉരുണ്ടു. നായ്ക്കൾ പിന്നാലെ ഉണ്ടായിരുന്നു. ഉരുണ്ടുരുണ്ട് അയാൾ പുൽത്തകിടിയിലെത്തി. നായ്ക്കളെ തൊഴിച്ചകറ്റാൻ നോക്കിയെങ്കിലും അവ പിന്മാറിയില്ല. അതിനിടയിൽ എപ്പോഴോ അർജുൻ റിവോൾവർ വലിച്ചെടുത്ത് ആദ്യം കണ്ട നായയെ ലക്ഷ്യം വെച്ചു. ട്രിഗറിൽ വിരലമർന്നു. ഒരു വെടിശബ്ദം. അതിലും ഉറക്കെ നായയുടെ ദീനരോദനം. പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല. റിവോൾവർ പലവട്ടം ശബ്ദിച്ചു. നായ്ക്കൾ കൂട്ടമായി നിലവിളിച്ചു. എല്ലാ നിലവിളിയും ഒടുങ്ങിയപ്പോൾ അർജുൻ പിടഞ്ഞെഴുന്നേറ്റു. പുറത്തെ ബഹളം കേട്ട് ശ്രീധരനോടൊപ്പം യൂസഫ് അലിയും ഓടി വന്നിരുന്നു. രംഗം കണ്ട് അവർ പകച്ചുപോയി.
അർജുൻ തമ്പിയുടെ അടുത്തേക്ക് ചെന്നു. അയാളുടെ യൂണിഫോം കീറി പറഞ്ഞിരുന്നു. ശരീരത്തിലാകെ ചോരപ്പാടുകൾ, മുഖവും മുറിഞ്ഞിരുന്നു. തമ്പിയെ നോക്കി അർജുൻ പറഞ്ഞു, ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ പലരെയും കൊന്നിട്ടുണ്ട് നിങ്ങൾ. എല്ലാം എഴുതി പുസ്തകമാക്കിയാൽ ചൂടപ്പം പോലെ വിറ്റഴിയും. വരും തലമുറയിലെ ക്രിമിനലുകൾക്ക് പാഠപുസ്തകമായിട്ട് പോലും അത് ഉപയോഗിക്കാം. മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കേണ്ടത് എങ്ങനെയെന്ന് മറ്റാരെക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അർജുൻ പോർട്ടിക്കോയിൽ നിന്നിരുന്ന ശ്രീധരനെയും യൂസഫലിയെയും സക്രിയയെയും മാറി മാറി നോക്കി. നിങ്ങൾ ആരാ ശ്രീധരൻ? നിസ്സംഗനായി ശ്രീധരൻ മുന്നോട്ട് വന്നു. ഞാനാ. അർജുൻ അയാളുടെ കൈകളിൽ വിലങ്ങണിയിച്ചു. പിന്നെ തമ്പിയെ നോക്കി മെല്ലെ പറഞ്ഞു, യാത്രയില്ല. ശ്രീധരനെയും കുട്ടി അർജുൻ വാഗണറിന് നേരെ നടന്നു. അപ്പോഴേക്കും തമ്പി മനസാന്നിധ്യം വീണ്ടെടുത്തിരുന്നു. അയാൾ ഗർജിച്ചു, ജയിച്ചു എന്ന് കരുതി ഇപ്പൊ നീ തിരിച്ചു പൊക്കോ. ഇനിയും കാണണം നിന്നെ ഇതുപോലെ നേർക്ക് നേരെ. പിന്നെ ഒരിക്കലും കാണേണ്ടി വരില്ല. അർജുൻ ചിരിച്ചു. വരാം മുതലാളി. പുതിയ നായ്ക്കളെ വാങ്ങി ഒരുക്കി നിർത്തിക്കോ. ഈ യൂണിഫോം കത്തിക്കാനുള്ള പെട്രോളും കരുതിക്കോ. ശ്രീധരനെയും കൊണ്ട് അർജുൻ പോയി കഴിഞ്ഞപ്പോൾ മാധവൻ തമ്പി സെൽഫോൺ എടുത്ത് അഡ്വക്കേറ്റ് രാജീവ് നാഥിന്റെ നമ്പർ ഡയൽ ചെയ്തു. രാജീവ് നാഥ് ലൈനിൽ വന്നപ്പോൾ അയാൾ നടന്നതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ഒടുവിൽ കൂട്ടിച്ചേർത്തു, എത്രയും പെട്ടെന്ന് ശ്രീധരനെ ജാമ്യത്തിലെടുക്കണം. രാജീവ് നാഥ് പറഞ്ഞു, സമയം കഴിഞ്ഞു പോയല്ലോ തമ്പി. ഇനി തിങ്കളാഴ്ച ജാമ്യം കിട്ടൂ. തമ്പി ഗർജിച്ചു, എന്നെ നിയമം പഠിപ്പിക്കണ്ട. ശ്രീധരനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാൻ നോക്കടൂ. പ്രോബ്ലം ഉണ്ട് തമ്പി. ഇത്രയും നാൾ ജയിലിലുണ്ടായിരുന്ന ക്രിമിനലാണ് അവൻ. പിന്നെ കേസാണെങ്കിൽ സ്ത്രീപീഡനവും. മാത്രമല്ല നായ്ക്കളെ വിട്ട് ആ SP കൊല്ലാനും ശ്രമിച്ചില്ലേ. ഗുരുതരമായ ഒഫൻസ് ആണത്. തമ്പി ലൈൻ കട്ട് ചെയ്തു. തനിക്കെതിരെയുള്ള അർജുന്റെ അതിസമർത്ഥമായ നീക്കം അയാളൊന്ന് അമർത്തി മൂളി. ആ രാത്രി അഞ്ജനയുടെ വീടിന് മുന്നിൽ ഒരു ആൾട്ടോ കാർ മുരൾച്ചയോടെ വന്നു നിന്നു. പാതി ഉറക്കത്തിൽ നിന്നും നടുങ്ങി ഉണരുകയായിരുന്നു സത്യൻ. ക്ലച്ചസ് എടുത്ത് പ്രാഞ്ചി പ്രാഞ്ചി അയാൾ വാതിൽ തുറന്ന് പുറത്തെത്തി. ഇരുട്ടിൽ 2 നിഴലുകൾ. പേടിയോടെ സത്യൻ ചോദിച്ചു, ആരാ? ഒരു ടോർച്ച് മിന്നി. സത്യൻ കണ്ടു സക്രിയയും യൂസഫലിയെയും. യൂസഫലിയുടെ കയ്യിൽ പെട്രോൾ നിറച്ച ഒരു ടിന്ന്. സക്രിയ പറഞ്ഞു, ഒരിക്കൽ ശ്രീധരൻ ഒരു തെറ്റ് പറ്റി. നിന്നെ നിന്റെ പെങ്ങളെയും ജീവനോടെ ബാക്കി വെച്ചു. ആ തെറ്റ് തിരുത്താൻ പോവാ ഞങ്ങള്. പുറത്തെ ശബ്ദം കേട്ട് അഞ്ജന ഉണർന്നു. അവൾ സത്യന്റെ പിന്നിലെത്തി. ഒറ്റക്കുതിക്ക് സക്രിയ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് പിന്നോട്ട് തള്ളി. അഞ്ജന വീണുപോയി. സത്യൻ ഉറക്കെ നിലവിളിച്ചു, അരുത്. യൂസഫലി അവനൊരു ചവിട്ട് കൊടുത്തു. ക്ലച്ചസ് തെറിച്ചു. ബാലൻസ് തെറ്റി സത്യൻ പിന്നോട്ട് മറിഞ്ഞു. ഒട്ടും വൈകിയില്ല. സത്യനെയും അഞ്ജനയും അയാൾ പെട്രോളിൽ കുതിർത്തു. ലൈറ്റർ എടുത്ത് അഞ്ജനയുടെ മുഖത്തിനു നേരെ നീട്ടിപ്പിടിച്ച് സക്രിയ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു പെണ്ണിനും ഇത്രയ്ക്ക് തന്റെ ഇടം പാടില്ല. ഇനി ശ്രീധരനെതിരെ ആരും ശബ്ദിക്കരുത്. ലൈറ്റർ മിന്നി. അഞ്ജനയും സത്യനും ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കൈ വന്ന് ലൈറ്ററിൽ പിടിച്ചു. ലൈറ്റർ അണഞ്ഞു. സക്രിയ ഞെട്ടിത്തിരിഞ്ഞു. മുഖം ചതച്ചുകൊണ്ട് ഒരിടി കിട്ടി. മുന്നിൽ കണ്ട നിഴലിനെ യൂസഫലി വട്ടം പിടിച്ചു. പിന്നിൽ നിന്ന് അയാൾക്കും കിട്ടി ഒരിടി. സക്രിയ ടോർച്ചെടുത്ത് തെളിച്ചു. ആ വെളിച്ചത്തിൽ അയാൾ കണ്ടു സർക്കിൾ ഇൻസ്പെക്ടർ രഘുവും സബ് ഇൻസ്പെക്ടർ ജോയിയും. സക്രിയ പല്ലുകൾ ഞെരിച്ചു. ഇത്രയും നാൾ മാളത്തിൽ ഒളിച്ച് കഴിഞ്ഞവർക്കൊക്കെ വിഷപ്പല്ല് മുളച്ചിരിക്കുന്നു. വിടരുദേവന്മാരെ, അതും SP-ക്കുള്ള സമ്മാനമായിക്കോളും. കരുത്ത് മുഴുവൻ കൈകളിൽ ഒതുക്കിക്കൊണ്ടാണ് സക്രിയ രഘുവിന്റെ നേരെ ചെന്നത്. രഘുവിനെ പിന്നോട്ട് തള്ളി മാറ്റി മറ്റൊരാൾ മുന്നിലേക്ക് വന്നു. അയാൾ മുട്ടുകാൽ മടക്കി സക്രിയയുടെ അടിവയറ്റിലെടുത്ത് ഒഴി കൊടുത്തു. സക്രിയ മൂക്കുകുത്തി താഴെ വീണുപോയി. ശത്രു ആരാണെന്ന് അതിനകം അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. റൂറൽ SP അർജുൻ. പിന്നെ സക്രിയയോ യൂസഫലിയോ അനങ്ങിയില്ല. ആ രാത്രി തന്നെ അവർ ലോക്കപ്പിലായി. അവിടെ ശ്രീധരനും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് അർജുൻ അവരെ കാണാൻ ചെന്നത്. അയാൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളും തമ്പി മുതലാളിയുടെ ചത്തുപോയ ജർമ്മൻ ഷെപ്പേർഡുകളെ പോലെയാണെന്ന്. വിധേയത്വം കൂടും. കൊല്ലാൻ വിളിച്ചാലും അനുസരണയോടെ വാലാട്ടി ഒപ്പം ചെല്ലും. തല്ലി ചതച്ചാലും നിലവിളിക്കാനല്ലാതെ 3 പേരും വായ തുറക്കില്ലെന്ന് ഉറപ്പുണ്ട് എനിക്ക്. ആരും മിണ്ടിയില്ല. അർജുൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും പാതി കീറിയ ഒരു ഫോട്ടോ പുറത്തെടുത്തു. 3-ാം മറയൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാതെ ബോറടിക്കുന്നുണ്ടാവും 3 പേർക്കും. അതുകൊണ്ട് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഇരിക്കാം നമുക്ക്. അർജുൻ ആ ഫോട്ടോ അവരെ കാണിച്ചു.
ഇതാരാന്ന് ഞാൻ ചോദിക്കണില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോട്ടോയിലുള്ള ആളെ അവർക്ക് മനസ്സിലായി. കാട്ടുകള്ളൻ ഭൈരവൻ. ചന്ദനമരവും ആനക്കൊമ്പും വിറ്റ് കോടികളുണ്ടാക്കിയ ഭീകരൻ. മനുഷ്യരെയും മൃഗങ്ങളെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയ കാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവ്. മറയൂരിലെ ചന്ദന കാടുകൾക്കുള്ളിൽ വെച്ച് 6 മാസം മുമ്പാണ് ഇയാൾ ഫോറസ്റ്റ് ഗാർഡുകളുടെ വെടിയേറ്റ് മരിച്ചത്. തീരെ പ്രതീക്ഷിക്കാതെയാണ് അർജുൻ ചോദിച്ചത്. മാധവൻ തമ്പി കൂടെ കൂടെ മറയൂർക്ക് പോകാറുണ്ടായിരുന്നത് ഇവനെ കാണാനല്ലേ? മറുപടി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ വീണ്ടും ചോദിച്ചു. ഭൈരവന്റെ വിശ്വസ്തനായ ഇൻഫോർമർ ആയിരുന്നില്ലേ നിങ്ങളുടെ മുതലാളി? ചന്ദനമരവും ആനക്കൊമ്പും വിൽക്കാൻ കൂട്ടുനിന്നത് കൊണ്ടല്ലേ അയാൾ കോടീശ്വരനായത്? ചോര മണക്കുന്ന ആ പണം കൊണ്ടല്ലേ തമ്പി വനം വകുപ്പ് മുഴുവനായി തീറെഴുതി വാങ്ങിയത്? ഗോവിന്ദ പണിക്കരെയും മറ്റു മന്ത്രിമാരെയും വിലക്കെടുത്തത്? ആരും ഒരക്ഷരം പോലും ശബ്ദിച്ചില്ല. അർജുൻ ശ്രീധറിന്റെ നേരെ തിരിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അതുകൊണ്ടാ ഉത്തരം പറയണമെന്ന് ഞാൻ നിർബന്ധിക്കാത്തത്. പക്ഷേ ഇനിയുള്ള ചോദ്യത്തിന് നീയെങ്കിലും മറുപടി പറയണം. ആരാ ശ്രീധര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഭാസ്കര മേനോനെ കൊന്നത്? വൈകാതെ മറുപടി വന്നു. അറിയില്ല. അർജുൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഫോട്ടോയുടെ മറ്റേ പകുതി പുറത്തെടുത്തു. രണ്ടും ചേർത്ത് വെച്ചപ്പോൾ ചിത്രം പൂർണ്ണമായി. ആ ഫോട്ടോ ശ്രീധരനെ കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച? 3 പേരും ഒരുപോലെ നടുങ്ങി. ഇടതൂർന്ന കാട്ടിലെ അജ്ഞാതമായ ഏതോ താവളത്തിൽ ത്രിമൂർത്തികളുടെ സംഗമം. ഭൈരവൻ, മാധവൻ തമ്പി, ഗോവിന്ദ പണിക്കർ. തെല്ല് നേരത്തേക്ക് മഴ പെയ്തു തോർന്ന ശാന്തതയായിരുന്നു ലോക്കപ്പിൽ. അവിടെ അർജുന്റെ ശബ്ദം ഒരു ഇടിമുഴക്കമായി. ഇവരുടെ ഇടയിലേക്കല്ലേ ഒറ്റയാൾ പട്ടാളമായി റേഞ്ച് ഓഫീസർ ഭാസ്കര മേനോൻ കടന്നു ചെന്നത്? നിറഞ്ഞ നിശബ്ദത, നിശ്ചലത. ആ ജീവന് ആരാണ് ആദ്യം വില പറഞ്ഞത്? അപ്പോഴും ആരും മിണ്ടിയില്ല. അർജുൻ പറഞ്ഞു. ഇപ്പോ നിങ്ങൾക്കൊന്നും പറയാതിരിക്കാം, അല്ലെങ്കിൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കാം. പക്ഷേ ഉത്തരം തരാൻ ഒരാൾ വരും. അദർശനായി, അരൂപിയായി ഇപ്പോഴയാൾ കാണാമറയത്തുണ്ട്. ഇനി എനിക്ക് വേണ്ടത് അവനെയാണ്. തിങ്കളാഴ്ച തന്നെ അഡ്വക്കേറ്റ് രാജീവ് നാഥ് 3 പേരെയും ജാമ്യത്തിലിറക്കി. ലോക്കപ്പിൽ വെച്ച് അർജുൻ ചോദിച്ചതെല്ലാം സക്കറിയ തമ്പിയോട് പറഞ്ഞു. പിറ്റേ ദിവസത്തെ കൊറിയറിൽ വനം വകുപ്പ് മന്ത്രി ഗോവിന്ദ പണിക്കർക്ക് നീളമുള്ള ഒരു കവർ കിട്ടി. ആളറിയാത്ത വിധം കരിഞ്ഞുപോയ കുറെ ശവശരീരങ്ങളുടെ ഫോട്ടോകളായിരുന്നു കവറിനുള്ളിൽ. മാധവൻ തമ്പി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ രാത്രി ഉളിയന്നൂരിലെ ബംഗ്ലാവിലേക്ക് പണിക്കരുടെ സ്റ്റേറ്റ് കാർ പാഞ്ഞു വന്നു. കൂടെ ഗൺമാൻ റോയിച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നു കയറിയ പാടെ ഗോവിന്ദ പണിക്കർ ചോദിച്ചു. എന്താ തമ്പി ഇതൊക്കെ? തമ്പി ചിരിച്ചു. ഭൈരവന്റെ അക്കൗണ്ടിൽ കുറെ ശവങ്ങളില്ലേ പണിക്കരെ, നമുക്കത് പങ്കുവെക്കണം. പണിക്കർ ആലില പോലെ വിറച്ചു. എല്ലാം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർത്തത്? ഓർത്തതല്ലടൂ, ഓർമ്മിപ്പിച്ചതാ. താൻ വരം കൊടുത്ത് ഇങ്ങോട്ട് വിട്ട ഭസ്മാസുരൻ അർജുൻ. അതാരാന്നറിയോ തനിക്ക്? ചത്തുപോയ ഭാസ്കര മേനോന്റെ മകൻ. ഈശ്വരാ! പണിക്കർ വിവശനായി കസേരയിലേക്ക് വീണു. മുളയിലെ നുള്ളിയില്ലെങ്കിൽ എല്ലാം ഭസ്മമാക്കും അവൻ. അന്ന് നമ്മൾ കൊളുത്തിയ തീയ ഇപ്പോഴും അവന്റെ കണ്ണിൽ. സൂക്ഷിച്ചില്ലെങ്കിൽ. പെട്ടെന്ന് തമ്പിയുടെ സെൽഫോൺ ശബ്ദിച്ചു. തമ്പി ഫോൺ എടുത്തു. ലൈനിൽ ഡോക്ടർ ബാബു ചെറിയാനായിരുന്നു. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ഊർമിളയ്ക്ക് ബോധം വീണു. നൗ ഷീസ് ഓൾ റൈറ്റ്. നാളെ രാവിലെ ഞങ്ങൾ അവളെ റൂമിലേക്ക് മാറ്റും. മനസ്സിൽ സംഘർഷമുണ്ടായിട്ടും തമ്പി ചിരിച്ചു. താങ്ക് യു ചെറിയാൻ, താങ്ക് യു വെരി മച്ച്. പിന്നെയും ചെറിയാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി, SP അർജുൻ ഊർമിളയുടെ മൊഴി എടുത്തിട്ടുണ്ട്. വിഷം കഴിച്ചത് ശ്രീധരൻ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണെന്ന് അവൾ അയാളോട് പറഞ്ഞു. ലൈൻ കട്ട് ചെയ്തു. തമ്പി പണിക്കരെ നോക്കി. അവൻ വിടാതെ പിന്നാലെയുണ്ട്, ഒരു വേട്ടനായെ പോലെ. ഒപ്പം തമ്പിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കണ്ടേ അവനെ? പണിക്കർ ഭീതിയോടെ തമ്പിയെ നോക്കി. ഊർമിളയ്ക്ക് ജീവൻ കൊടുത്തത് ഈ തമ്പിയാളോ? അപ്പോഴത് തിരിച്ചെടുക്കാനുള്ള അവകാശം ആർക്കാ? തമ്പിക്ക് തന്നെ. പിറ്റേന്ന് രാവിലെ 10 മണിയോടടുത്ത് ഊർമിള കിടക്കുന്ന ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്നും ശ്രീധരൻ ഇറങ്ങി. റിസപ്ഷനിലെത്തി അയാൾ വാർഡും റൂം നമ്പറും ചോദിച്ചറിഞ്ഞു. പേഷ്യന്റിന്റെ ആരാണെന്ന് തിരക്കിയ ഡ്യൂട്ടി സിസ്റ്ററോട് അക്ഷോഭ്യനായി ശ്രീധരൻ പറഞ്ഞു. ഏട്ടൻ.
ഫ്ലോറിലെത്തി ഒട്ടും വൈകാതെ അയാൾ ഊർമിളയുടെ മുറി കണ്ടുപിടിച്ചു. അടച്ചിട്ട വാതിൽ തുറക്കാനാഞ്ഞതേയുള്ളൂ. ഓർക്കപ്പുറത്ത് വാതിൽ തുറന്ന് ഡോക്ടർ ബാബു ചെറിയാൻ പുറത്തേക്ക് വന്നു. ശ്രീധരൻ പിന്നോട്ട് ഒതുങ്ങി മാറി. ചെറിയാൻ ചോദിച്ചു, ആരാ? മറുപടിയും പെട്ടെന്നായിരുന്നു, ശ്രീധരൻ. ചെറിയാൻ ഒന്ന് നടുങ്ങി. തമ്പി പറഞ്ഞ ആ പേരയാൾ പലവട്ടം കേട്ടിരുന്നു. പതർച്ചയോടെ ചെറിയാൻ പറഞ്ഞു, താഴെ മഫ്റ്റിയിലുള്ള പോലീസുണ്ട്. നീ ഊർമിളയെ കാണാൻ വരുമെന്ന് SP അർജുൻ കമ്മീഷണർ ദിലീപ് മേനോനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീധരൻ മുറുമുറുത്തു. പോലീസല്ല, പട്ടാളം വന്നാലും എനിക്ക് അവളെ കണ്ടേ തീരൂ. വേവലാതിയോടെ ബാബു ചെറിയാൻ സെൽഫോണിൽ മാധവൻ തമ്പിയെ വിളിച്ചു. അമർത്തിയ ചിരിയോടെ തമ്പി പറഞ്ഞു, അവനെ കടത്തി പിടിച്ചെറിയാനേ, ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേഗം തിരിച്ചു പോയിക്കോളും അവൻ. പിന്നെ ചെറിയാൻ മിണ്ടിയില്ല. ശ്രീധരൻ വാതിൽ തുറന്ന് അകത്ത് കടന്നു. ഒരു വശം ചെരിഞ്ഞു കിടന്ന് മയങ്ങുകയായിരുന്നു ഊർമിള. അടുത്തെത്തി ശ്രീധരൻ അവളുടെ നെറ്റിയിൽ മെല്ലെ ഒന്ന് തൊട്ടു. മയക്കത്തിലേക്ക് ആ സ്പർശം മഞ്ഞിന്റെ തണുപ്പായിട്ടാണ് കടന്നു ചെന്നത്. ഊർമിള കണ്ണു തുറന്നു. കട്ട പിടിച്ച ഇരുട്ടിന്റെ ഒരു കീറാണ് അവൾ ആദ്യം കണ്ടത്. പിന്നെ തീ പിടിച്ച 2 പ്രകാശഗോളങ്ങൾ. ഒടുവിൽ വെറി പിടിച്ച ഒരു ചെന്നായുടെ മുഖം. ആരെ പേടിച്ചാണോ താൻ മരണത്തിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിച്ചത്, അതേയാൾ നേർക്കുനേരെ. നിലവിളി നാവിൻ തുമ്പിലെത്തി മരവിച്ചു പോയി. കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ കാതുകൾക്കരികെ ഊർമിള ഒരു ഗർജനം കേട്ടു. തിരിച്ചു വരാൻ പറ്റിയ നിന്നെ, നിന്റെ ഭാര്യയും മോളെ ജീവനോട് കത്തിക്കും ഞാൻ. പേടിയോടെ അവൾ കണ്ണുകൾ അടച്ചു. ഈശ്വര, എന്നെ മാത്രം എന്തിനാ ബാക്കിയാക്കിയത്? കളിപ്പാട്ടം പോലെ ഈ ദുഷ്ടൻ എറിഞ്ഞു കൊടുക്കാനോ? അപ്പോൾ വിദൂരതയിൽ നിന്നത് പോലെ ആരോ പറഞ്ഞു, ഞാൻ വന്നത് കൊല്ലാനല്ല, അറിഞ്ഞുകൊണ്ടിനി ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്ന് പറയാനാണ്. പിന്നെയും കേൾക്കുന്നു തൂവൽ സ്പർശം പോലെ ആ ശബ്ദം. ഇനിയുള്ള കാലം മനുഷ്യനെ പോലെ ജീവിക്കണമെന്നുണ്ട് എനിക്ക്. സ്നേഹം എന്താണെന്ന് അറിയണമെന്നുണ്ട്. എല്ലാരെയും സ്നേഹിച്ച് ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്നുണ്ട്. ഊർമിള മെല്ലെ കണ്ണു തുറന്നു. കൊല്ലുമെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് സ്നേഹത്തെപ്പറ്റി പറയുകയാണ് ഇയാൾ. വിശ്വസിക്കരുത്. ശ്രീധരന് ഇനിയും പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാട്. കനത്ത മതിൽക്കെട്ടിനുള്ളിലെ ഇരുട്ടിൽ വെളിച്ചം കിട്ടാൻ കൊതിച്ച് ഹൃദയം വിങ്ങിയ കഥ. തൂക്കുമരത്തിന്റെ നിഴലിൽ മരണം കാത്തു കിടക്കുമ്പോൾ ഉള്ളിലെ ചോരപ്പാടുകൾ മുഴുവൻ ഏതോ അദൃശ്യ ശക്തി മായ്ച്ചു കളഞ്ഞ അവിശ്വസനീയമായ കഥ. രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ആരെയും കൊല്ലാനായി ആയുധമെടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത കഥ. തീർന്നില്ല. 8 കൊല്ലത്തെ ജയിലിലെ ജീവിതം മറക്കാത്ത ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തന്നു. പ്രാർത്ഥിക്കാൻ പഠിച്ചതും അവിടെ വെച്ച് തന്നെ. ജീവൻ കൊടുക്കാൻ കഴിയാത്തവർക്ക് അതെടുക്കാനും അവകാശമില്ലെന്ന് ഇനി ആരും തനിക്ക് പറഞ്ഞു തരണ്ട. ഈ ശ്രീധരന് ഇനി വേണ്ടത് സ്നേഹമാണ്. നിറഞ്ഞ സ്നേഹം, ഒപ്പം അല്പം കാരുണ്യം. പറയുന്നതൊക്കെ നെഞ്ചിന്റെ വിങ്ങലാണെന്ന് വിശ്വസിക്കാനുള്ള സൗമനസ്യം. പക്ഷെ ഒന്നും പറയാനായില്ല. വാക്കുകളൊക്കെ എവിടെയോ വഴിമുട്ടിയതുപോലെ, നാവ് മരവിച്ചതുപോലെ. എന്നിട്ടും എങ്ങനെയോ അയാൾ പറഞ്ഞു, ശത്രുവിനെ കൊല്ലുമെന്ന് പറയാനല്ലാതെ ഇന്നോളം ഞാൻ നാവ് അനക്കിയിട്ടില്ല. അതുകൊണ്ടാ മനുഷ്യനായി ജീവിക്കുമെന്ന് പറയുമ്പോഴും കണ്ണുകളിൽ ഈ ക്രൗര്യം. ഊർമിള എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് കരുതി ശ്രീധരൻ കാത്തു. പക്ഷെ അവൾ ശബ്ദിച്ചതേയില്ല. അയാൾ വീണ്ടും പറഞ്ഞു, ഡ്യൂട്ടി റൂമിലുണ്ടായിരുന്ന സിസ്റ്ററോട് ഞാനൊരു നുണ പറഞ്ഞു. ആരാന്ന് അവർ ചോദിച്ചപ്പോ ഏട്ടനാന്ന് പറഞ്ഞു പോയി. ആ നുണ ഇപ്പൊ വല്ലാണ്ട് ഇഷ്ടമായതുപോലെ. ഒരു നിമിഷം നിർത്തി യാചിക്കുന്നത് പോലെ അയാൾ ചോദിച്ചു, ഇനി എല്ലാവരോടും ഞാൻ ആ നുണ പറഞ്ഞോട്ടെ? നുണയായിട്ടല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിട്ട്. അപ്പോഴും ഊർമിള മിണ്ടിയില്ല. പക്ഷേ മുറിയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ തിരകളില്ലാത്ത കടൽ പോലെ ശാന്തമായിരുന്നു ശ്രീധരന്റെ മനസ്സ്. ഇനിയുള്ളത് ഒരു യാത്ര പറച്ചിലാണ്. തമ്പി മുതലാളി അക്ഷമനായി കാത്തിരിപ്പുണ്ടാവും. ആ ബംഗ്ലാവിൽ നിന്ന് ജീവനോടെ പുറത്തു വരാനാകുമോ? തമ്പിയുടെ ബംഗ്ലാവിൽ ഫോൺ ശബ്ദിച്ചു. ലൈനിൽ അയാൾ പ്രതീക്ഷിച്ചത് ശ്രീധരനെയാണ്. പക്ഷേ സെല്ലിൽ തെളിഞ്ഞത് ഡോക്ടർ ബാബു ചെറിയാന്റെ നമ്പറാണ്. അങ്ങേ തലക്കിൽ അസുഖകരമായ നിശബ്ദത വന്നപ്പോൾ തമ്പി ക്രുദ്ധനായി. എന്താടോ? വാക്കുകൾ മുറിഞ്ഞാണ് വീണത്. അത് അത് പിന്നെ തമ്പി, ഞാൻ പറയണത് ബഹളം ഉണ്ടാക്കാതെ കേൾക്കണം. ചാടിക്കേറി അവിവേകമൊന്നും ചെയ്യരുത്. കണ്ട ഉടനെ ശ്രീധരനെ കൊല്ലരുത്, പ്ലീസ്. തമ്പി അലറി. എന്താ കാര്യം? പറഞ്ഞു തൊലയ്ക്ക് വേഗം. ചെറിയാൻ ഉമിനീർ വിഴുങ്ങി. അവൻ അവൻ ഒരു നല്ല കാര്യം ചെയ്തടോ. ഊർമിളയ്ക്ക് മാപ്പ് കൊടുത്തു. എന്തൊരാശ്വാസമായെന്നോ. ഇനി പക വേണ്ട തമ്പി.
ശ്രീധരനെ പോലെ നിങ്ങളും മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ മാധവൻ തമ്പി ലൈൻ കട്ട് ചെയ്തു. അയാൾ മേശവലിപ്പ് തുറന്ന ഒരു പിസ്റ്റൾ പുറത്തെടുത്തു. അപ്പോൾ ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്നും ശ്രീധരൻ ഇറങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.